സുഹൃത്തുക്കളെ, ഞാൻ മദ്യാസക്തൻ. ഈശ്വര കൃപയാലും ഏടെ കൂട്ടായ്മയാലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷൈജു, സൗഹൃദം ഗ്രൂപ്പ്. ഹായ് ഹായ് ഷൈജേട്ടാ. ഷൈജേട്ടാ, ഹായ് സൗഹൃദം ഹായ് ഗ്രൂപ്പ് എല്ലാം ഹായ് 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 ഷൈജേട്ടാ, സന്തോഷം. ഹായ്. ഹായ് ഹായ്. എല്ലാവർക്കും ഹായ് ഹായ്. വളരെ വളരെ സന്തോഷം. ഇന്നൊരു ദിവസം കൂടെ മദ്യത്തിനൊഴിവായി കൂട്ടായ്മയുടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയതിന് ശരിക്കും സന്തോഷമുണ്ട്. ഇന്നിപ്പം ജ്വാലയിൽ വന്നിട്ട് ഇന്ന് ഇത്തരത്തില് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വിഷയമായിട്ട് ഒരു ടോപ്പിക്കാണ് അത്. ശരിക്കും ആ ഒരു മീറ്റിംഗ്, ആ ഒരു വിഷയമായിട്ട് ഇന്ന് വന്ന് സംസാരിക്കാനായിട്ടൊരു അവസരം. ശരിക്കും രാജേട്ടൻ പറഞ്ഞ കണക്ക് എനിക്കും ഒരു ചെറിയ വയ്യായികയും ഇന്നലെ രാത്രി ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. പനിയുടേതായിരിക്കുമെന്ന് തോന്നുന്നു. വീട്ടിലൊക്കെ പനി ഉണ്ടായിരുന്നു. രാവിലെയും വെളുപ്പിനെയൊക്കെ ഛർദ്ദിച്ചു. കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വൈകാരികം, ഞാൻ മരുന്നൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് ജോലിക്കൊന്നും പോയില്ല. വീട്ടിൽ തന്നെയാ, റെസ്റ്റിലായിരുന്നു. എന്നാലും ഈ മീറ്റിംഗിൽ അങ്ങ് കയറാന്നുള്ള രീതിയിൽ തന്നെ കരുതി. കാര്യം ഈ 1 മണിക്കൂറത്തെ ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു ഊർജ്ജം അതൊരു പ്രത്യേക രീതിയല്ലേ. അതുകൊണ്ട് തന്നെ ഇത് മുടക്കണ്ട എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. ഒരു ചെറിയ ഒമിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ടെൻഡൻസി ഇങ്ങനെ ഉണ്ട്. അതാണ് ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷം. അത് മാത്രമല്ല, ഇന്നിപ്പോ എനിക്ക് ഞങ്ങളുടെ സൗഹൃദം ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ ജോലി സംബന്ധമായിട്ട് ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ, എൻ്റെ ഒരു സഹോദരനെ ഈ മീറ്റിംഗ് ഇപ്പൊ കാണാൻ പറ്റി. സാധാരണ ഞങ്ങളുടെ ഗ്രൂപ്പിന് അങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് പുള്ളിയെ കാണാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കണ്ടപ്പോഴത്തേക്ക് അതിന്റെ ഒരു സന്തോഷം കൂടെ അതുകൂടെ ഒന്ന് പങ്കുവെച്ചതാണ്. എന്തായാലും വലിയ ഭാഗ്യമായി പോയി. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് കേൾക്കാനും ഇതിന്റെ ഉള്ളിൽ എത്തിപ്പെടാനും ഒക്കെ ഒരു അവസരം ഉണ്ടായത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരെയും പോലെ മദ്യത്തിന്റെ ആ ഒരു നീരാളിപ്പിടുത്തത്തിൽ ജീവിതം കയ്യിന്ന് പോയിന്ന് തോന്നിയ ഒരു അവസരത്തിൽ തന്നെയാണ് കൂട്ടായ്മയിലേക്ക് വന്നത്. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അവസരം വരെയും എനിക്കിത് നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നന്നേ ചെറുപ്പത്തില് മദ്യപാനമൊക്കെ തുടങ്ങാൻ പറ്റിയ, മീൻസ് അതിനകത്ത് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ 10, 16, 17 വയസ്സിൽ തന്നെ മദ്യം രുചിച്ചു തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് പതുക്കെ വളരെ ഗ്രാജുവലി കഴിച്ചു തുടങ്ങുകയും 28 വയസ്സ് വിവാഹമൊക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേക്കും മദ്യം നന്നായിട്ട് കഴിക്കുന്ന ഒരവസ്ഥ, ഡെയിലി കഴിക്കുന്ന ഒരവസ്ഥയിലേക്കും, തുടർന്ന് അങ്ങോട്ട് 31-ാമത്തെ വയസ്സൊക്കെ എത്തിയപ്പോൾ നല്ല രീതിയിൽ മദ്യിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയി. അന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇതൊരു പ്രോഗ്രസീവ് ഡിസീസ് ആണ് എന്നുള്ളത്. പ്രോഗ്രസീവ് ഡിസീസ് ആണെന്ന് പോയിട്ട് ഇതൊരു ഡിസീസ് ആണെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത്. എന്തായാലും ഞാനൊരു അലങ്കാരമായിട്ട് തന്നെയായിരുന്നു എൻ്റെ മദ്യപാനത്തെ കൊണ്ടു നടന്നിരുന്നത്. നന്നായിട്ട് ഒരു നല്ല നല്ല രീതിയിൽ ക്വാളിറ്റി ഡ്രിങ്കിങ് എന്നൊക്കെ ഞാൻ സ്വയം വിശേഷിപ്പിച്ച് കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ മദ്യപാനത്തെ കൊണ്ടു നടന്നിരുന്നത്. അല്ലാതെ ലോക്കൽ കുടിയൊന്നും എനിക്കില്ലായിരുന്നു. മദ്യപിച്ച് വഴിവക്കിലൊക്കെ വീണ് കിടക്കുന്നവരാണ് മദ്യാസക്തർ അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ളവർ. എനിക്ക് അത്തരത്തിലൊരു പ്രശ്നമൊന്നും ഉള്ള ഒരാളല്ല എന്ന ധാരണയിൽ തന്നെയാണ് ഞാൻ മദ്യപിച്ച് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു രീതിയിലും മുന്നോട്ട് വയ്ക്കാൻ, എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, മുന്നോട്ട് ഒരു ചുവട് പോലും വെക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെയാ ഇനി ഇതിനെന്ത് മാർഗം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. പലപ്പോഴും എൻ്റെ ജോലി സ്ഥലത്തും വീട്ടിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുന്ന ഒരു സാഹചര്യം, ജോലിയിലൊക്കെ താല്പര്യം കുറയുന്നു, മറ്റേത് ജോലിക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്തുകൊണ്ടിരുന്നിടത്ത് വർക്കിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലും മദ്യപാനം എത്തി തുടങ്ങിയപ്പോഴൊക്കെ ഇതെന്താ ഇങ്ങനെ പോകുന്നത്, ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അതേ അവസരത്തിൽ തന്നെ ഒരല്പം കൂടെ കഴിച്ചിട്ട് ചിന്തിക്കാമെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോയി. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ മദ്യം എന്നെ പിടികൂടി എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നീടാണ് ബിഗ് ബുക്കൊക്കെ വായിച്ചതിന് ശേഷമാണ് അത്തരത്തിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഒരുപാട് ദൂരം തിരിച്ച് നടക്കാൻ പറ്റാത്ത അത്രയും ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞത് പിന്നീടാണ് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. എന്തായാലും ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, എങ്ങനെയും മദ്യത്തെ ഒന്ന് നിയന്ത്രിക്കണം എന്ന് ചിന്തിച്ചിട്ടും പിന്നെയും കുറെ കാലം കുടിച്ച് നടന്നു എന്നുള്ളതാണ് കാര്യം. അത്തരം ചിന്തകൾക്കൊന്നും വലിയ സ്ഥാനമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കുടിയിലേക്ക് അങ്ങ് ആകർഷിച്ചു പോകുന്നൊരവസ്ഥ ഞാൻ പലപ്പോഴും മീറ്റിങ്ങുകളിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ശരീരം മദ്യം ആവശ്യപ്പെടുന്ന സമയത്ത് മനസ്സ് വേണ്ടാന്നും, മദ്യം ആവശ്യപ്പെടുന്ന സമയത്ത് ശരീരം വേണ്ടാന്നും ഒക്കെ പറയുന്ന വല്ലാത്തൊരു ആത്മസംഘർഷമുണ്ട്. അത് ഈ കൂട്ടായ്മയിലുള്ളവർക്കൊക്കെ അനുഭവപ്പെട്ടുള്ളതായിരിക്കും. രാവിലെ ഉണരുമ്പോ തലേന്നത്തെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ഇന്നിനി എന്ത് സംഭവിച്ചാലും ഞാൻ കുടിക്കത്തില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ശരീരം മദ്യം ആവശ്യപ്പെട്ട് യാന്ത്രികമായി മദ്യത്തിലേക്ക് അടുക്കുന്ന, യാന്ത്രികമായിട്ടെന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ടെക്നിക്കൽ വാക്കുകൾ പറയുന്നുള്ളു. അങ്ങോട്ട് പേന എടുക്കാനോ എനിക്ക് ഒന്ന് പല്ല് തേച്ച് വൃത്തിയായി കുളിച്ചു വരാനോ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു വല്ലാത്ത ഒരു ശാരീരികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കാരണം മദ്യം കുടിക്കാനായിട്ട് മനസ്സുകൊണ്ട് തലേന്നത്തെ കാര്യങ്ങൾ എത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയാലും ഇന്നിനി കുടിക്കണ്ടെന്ന് തീരുമാനിച്ചാലും മദ്യം കഴിക്കാനായിട്ട് ശരീരം ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. തൊട്ടടുത്ത ദിവസം ശാരീരികമായ അവശത, തലേന്ന് കഴിച്ചതിന്റെ ആ ഒരു ബുദ്ധിമുട്ട്, തക്കതായ ഒരു രോഗമൊന്നും എടുത്തു പറയാനൊന്നും ഇല്ലെങ്കിൽ പോലും
കിടക്കുന്ന കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള അവശത. എപ്പ എത്തി, എങ്ങനെയായിരുന്നു ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ആഹാരം കഴിച്ചോ കുളിച്ചോ എന്ന് പോലും ഓർക്കാൻ പറ്റാതെ തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, രണ്ട് മക്കള്, അവരെയൊക്കെ കണ്ടിട്ട് ഇന്നിനി കഴിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് മാനസികമായിട്ട് മദ്യത്തിലേക്കുള്ളൊരു ആവേശം. മദ്യം ആ ഒരു തലയ്ക്ക് കയറി പിടിച്ചു നിർത്തുന്ന ഒരവസ്ഥ. ആ സമയങ്ങൾ ഇങ്ങനെ ഓരോന്ന് പോയി 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 ബാറ് തുറക്കുന്ന ഒരു മിനിറ്റ് എത്തുമ്പോഴത്തേക്കും ഇറങ്ങി ഓടുന്ന രീതിയിലേക്ക് പോകുന്നൊരവസ്ഥ. അപ്പോൾ ശരീരം വേണ്ടാന്ന് പറയുമ്പോൾ മനസ്സും, മനസ്സ് വേണ്ടാന്ന് പറയുമ്പോൾ ശരീരവും മദ്യത്തിലേക്ക് പോകുന്ന വളരെ മോശമായ ഒരു അവസ്ഥയെ തന്നെയാ. ഇത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യമായിരുന്നു. ആ അവസ്ഥയിൽ തന്നെയാ ഞാനും കൂട്ടായ്മയിൽ വന്നത്. എന്തായാലും വന്നു കയറിയത് നല്ല സ്ഥലത്തായിരുന്നതുകൊണ്ടും ഒരു കൂട്ടം നല്ല ആൾക്കാരോടൊപ്പം യാത്ര തുടങ്ങാൻ പറ്റിയതുകൊണ്ടും എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇതൊരു രോഗമാണെന്നൊന്നും അറിയില്ലായിരുന്നു. കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് രോഗം എന്നുള്ള വാക്ക് പോലും ഈ ആൽക്കഹോളിക്സം എന്ന് പറയുന്ന രോഗമാണെന്നുള്ള കാര്യം പോലും ഞാൻ അറിയുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു അന്വേഷണം, അങ്ങനെയാണെങ്കിൽ ഇത് എന്താ രോഗം, എനിക്കും ഈ രോഗവും ഉണ്ടോ, സംശയമായിരുന്നു എനിക്കിത് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അതിനെ പരീക്ഷിച്ച് നോക്കാനൊക്കെ പറഞ്ഞെങ്കിലും പരീക്ഷണത്തിലേക്കൊന്നും മുതിർന്നില്ല. കാരണം ഞാൻ അതിന് വന്നു കയറുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ഒരു എന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും എനിക്ക് വല്ലാത്തൊരു മോചനമായിരുന്നു. കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കുക, കൃത്യമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസരം, എന്റെ ജോലിയിലൊക്കെ കാര്യങ്ങൾ തിരക്കാൻ പറ്റുന്നു. എന്റെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രിന്റിംഗ് പ്രസ്സാണ്. അപ്പോ അതിന്റെയൊക്കെ വർക്കുകളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പണം വാങ്ങുന്നത് പോലും കൃത്യമായി വാങ്ങാൻ പോലും വാങ്ങിയോ ഇല്ലയോ എന്ന് ഓർമ്മയില്ലാത്തൊരവസ്ഥ. അത്തരത്തിലൊക്കെ ഉള്ള വല്ലാത്തൊരു പ്രശ്നത്തിന്റെയൊക്കെ ഒടുവിലാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് കയറുന്നത്. കൂട്ടായ്മയിൽ വന്ന് മദ്യം മാറ്റിവെച്ച് ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പരിഹാരം കിട്ടിത്തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണത്തിന് മുതിർന്നില്ല. എങ്കിലും എനിക്ക് ഈ രോഗം ഉണ്ടോ, അല്ലെങ്കിൽ ഈ രോഗം എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കാലയളവിലാണ് എന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന ഒരു ചില ആൾക്കാരുടെ ഷെയറിങ്ങുകൾ വല്ലാതെ തന്നെ ഈ കൂട്ടായ്മയിൽ വന്നപ്പോഴത്തേക്ക് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നവരുടെ ഓരോ ഷെയറിങ്ങുകളാണ് എനിക്കും ഇത്തരം രോഗാവസ്ഥ ഉണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ എനിക്ക് അവസരം ഒരുക്കിയതെങ്കിൽ ഒരു ചില വ്യക്തികളുടെ ഷെയറിങ്ങുകൾ വല്ലാതെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. ആ ഒരു വാക്ക് ഞാൻ പറയാം, പെനട്രേറ്റ് ചെയ്ത് കയറുന്ന പോലെ, ഇങ്ങനെ ചാട്ടുളി പോലെ ഇങ്ങനെ ഹൃദയത്തിലേക്ക് കുത്തിത്തുളച്ച് കയറുന്നു. അവരുടെ അനുഭവങ്ങളും ശക്തിയും പിന്നീടുള്ള അവരുടെ പ്രതീക്ഷയും, ഇത് മൂന്നും ഒരുപോലെ എന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്റെ പഴയകാല അനുഭവങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം കൂട്ടായ്മയിൽ വന്ന ദിവസങ്ങളിൽ എനിക്കുള്ള പ്രശ്നങ്ങളുടെ ആ ഒരു ആഴം അവരുടെ ഷെയറിങ്ങിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയപ്പോ ഇനി ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എനിക്ക് എന്താണ് ഇനി മുന്നിലുള്ള ലക്ഷ്യം എന്നുള്ള കാര്യത്തെ അവരിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാനും ഒക്കെ പറ്റി. മാത്രമല്ല, ആ ഒരു ചില വ്യക്തികൾക്കുള്ള ഒരു പ്രത്യേകത അവരുടെ സംസാരത്തില്, പെരുമാറ്റത്തില്, ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയില്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി മീറ്റിംഗിന്റെ ഉള്ളിൽ ഷെയർ ചെയ്യുന്ന ഒരു അവസരത്തിലാണെങ്കില്, അത് പതുക്കെ പതുക്കെ പിന്നീട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അവർ അത്തരത്തിലായിരുന്നു. അവർ മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഒരു സ്വാത്വികമായ ഒരവസ്ഥ. അവരുടെ പഴയ കഥകൾ പറയുമ്പോഴത്തേക്ക് ഒരു ബന്ധവും ഇല്ലാത്തൊരു ജീവിതവും. മദ്യപിച്ചിരുന്ന കാലയളവിൽ വളരെ ഒരു പരുക്കനായിട്ടൊക്കെ പെരുമാറി ജീവിച്ചു പോന്നിരുന്നവരൊക്കെ ഇപ്പൊ ജീവിതത്തിൽ വല്ലാതൊരു ലാളിത്യം ജീവിതത്തിൽ കാണുന്ന അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ കണ്ടപ്പോ അവരോട് വല്ലാത്തൊരു താല്പര്യം തോന്നി. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ ഞാൻ കൂട്ടായ്മയിൽ വന്ന് 2 മാസം ആവുന്നേ ഉള്ളൂ ഈ കാലയളവ്. എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. അപ്പൊ ഞാൻ അത് മനസ്സിലാക്കാനായിട്ട് അവരുടെ ഒപ്പം കൂടിയപ്പോ എനിക്ക് വേണ്ടത് കൃത്യമായി മീറ്റിംഗിൽ കിട്ടുന്നുമുണ്ട്. സ്റ്റിക്ക് ഓൺ വിത്ത് വിന്നേഴ്സ് എന്ന് അപ്പോഴാണ് പറഞ്ഞു കേട്ടത്. വിജയിച്ചവരോടൊപ്പം ചേർന്ന് നിൽക്കുക. എന്താണ് അവരുടെ പ്രത്യേകത? ഞാൻ ആദ്യം കരുതി അവർ അത്തരത്തിലുള്ളവരായിരിക്കും. പിന്നീടാണ് അതല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം, ആ തത്വങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പെരുമാറി പോകുന്നവരാണ്. വിഷയങ്ങളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് വന്നതിന് ശേഷം അവർക്ക് അത്തരത്തിലൊരു മാറ്റം സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഒരു ചെറിയ ആഗ്രഹമായി. കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അത്തരത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിരുന്ന ഒരാളല്ല. 17 വയസ്സ് കഴിഞ്ഞപ്പോ തന്നെ സ്വന്തമായിട്ടൊരു ചെറിയ പ്രസ്ഥാനമൊക്കെ തുടങ്ങി. അത്യാവശ്യം അത് ഒരു ജീവിത മാർഗമാക്കി കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് വളരുകയും, പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടാത്ത രീതിയിൽ ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു ചെറിയ അഹങ്കാരം, ഇത് ഞാൻ ഇപ്പൊ പറയുമ്പോ പോലും എന്നിൽ അത് നിഴലിക്കുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അത്തരത്തിലൊരു അഹങ്കാരം മറ്റാരെയും ഇതാവേണ്ട കാര്യമില്ല. ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാള്, സ്വന്തം ആവശ്യങ്ങളൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്ന ഒരാള്. ഞാൻ അതൊക്കെ വളരെ എന്താ പ അവര് വളരെ എന്താ പറയാ, അഭിമാനത്തോടുകൂടി പലപ്പോഴും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 17 വയസ്സിന് ശേഷം ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് പോലും, എന്റെ മാതാപിതാക്കളിൽ നിന്ന് പോലും ഒരു ₹10 പോലും വാങ്ങി ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നു. സത്യത്തിൽ അത് അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഞാൻ അതിനെ പറഞ്ഞിരുന്നത് മറ്റൊരു തരത്തിലായിരുന്നു. എന്റെ ഒരു കഴിവായിട്ട്, എന്റെ പ്രാപ്തിയായിട്ട്, എന്റെ ഒരു വലിയ
ക്രെഡിബിലിറ്റി ആയിട്ടാണ് ഞാൻ അതിനെയൊക്കെ കണ്ടിരുന്നത്. പക്ഷേ എന്തായാലും അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ എന്റെ ഉള്ളില് അല്പം അഹങ്കാരവും ഒക്കെ വളർന്നു കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെയും കൂസാത്ത രീതിയിലുള്ള ഒരു സംസാരവും പെരുമാറ്റവും എന്നാൽ ഉള്ളില് നന്നായിട്ട് ഭയമൊക്കെ ഉള്ള ആളും തന്നെയായിരുന്നു. പുറമെ അതൊന്നും കാണിക്കാതെ ഞാനൊരു വലിയ ധൈര്യശാലിയാണ്, തന്റേടിയാണ്, അഹങ്കാരം ഒരു ദേഷ്യ രൂപത്തിൽ കാണിക്കുന്ന ഒരാളായിരുന്നു. എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണമെന്നൊക്കെ ഉള്ള രീതിയില്. ഇതൊക്കെ ഞാൻ വലിയ ഒരു ആഡംബരമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സാമ്പത്തികമൊക്കെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ധാരാളിത്തം കാണിച്ച്, എന്നാൽ വളരെ ലുബ്ധനായ ഒരാള് തന്നെയായിരുന്നു ഞാനും. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണില് ഞാനൊരു വലിയ സംഭവമാണെന്നൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. കൂട്ടായ്മയില് വന്ന് ഈ ഒരു ചില വ്യക്തികളിൽ കണ്ട ആകർഷണീയതയാണ് അവരില് വന്ന മാറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും, അവിടെയാണ് എനിക്കും അങ്ങനെ ആവണം എന്നൊരാഗ്രഹം. ആ ലാളിത്യം ഉള്ള ഒരു ജീവിതം. വിഷയങ്ങളെ അതിന്റേതായിട്ടുള്ള വലിപ്പത്തിൽ കണ്ട്, ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തി, മാറ്റി നിൽക്കേണ്ടിടത്ത് മാറി നിന്ന്, ഇറങ്ങി പ്രവർത്തിക്കേണ്ടിടത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു രീതി. എനിക്കത് നന്നായിട്ടങ്ങ് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ മുന്നോട്ട് മനസ്സിലാക്കാൻ പറ്റി. ഈ തത്വങ്ങള് ജീവിതത്തില് മനസ്സിലാക്കിയെടുക്കുക, അത് ജീവിതത്തില് പരിശീലിക്കുന്നത് വഴി എനിക്കും അത്തരത്തിലാകാം. കാരണം ഇനിയാണ് നമ്മൾ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ മീറ്റിംഗില് ഞാന് തയ്യാറായി വന്നിരിക്കുന്നത്. കാരണം ഞാന് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. അത് കൂട്ടായ്മയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ സമ്മതിച്ചിരുന്നൊരു കാര്യമാണ് വ്യക്തിപരമായി. എനിക്ക് പരാജയം സംഭവിച്ചു. കാര്യം എനിക്ക് നിയന്ത്രിക്കാൻ ഒരു മാർഗവുമില്ല. ഞാന് എത്ര തന്നെ മാറ്റി നിർത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും, ഒരല്പം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കുടിച്ചു പോകുന്നൊരവസ്ഥ ജീവിതത്തില് കണ്ടപ്പോ, ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്നൊക്കെ എനിക്ക് തോന്നി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒന്നാമത്തെ പടി അത് തന്നെയായിരുന്നു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയെന്നുള്ളതാണ്. അപ്പൊ ഞാൻ കരുതിയിരുന്നത് മദ്യപാനമാണ് എന്റെ പ്രശ്നം. ഈ മദ്യം ഒന്ന് നിയന്ത്രിക്കാൻ അല്ലെങ്കില് കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. നിയന്ത്രിക്കാനുള്ള ഒരു അവസരം എനിക്കിവിടെ ഇല്ല. എന്നെപ്പോലൊരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അത്തരത്തില് ഇന്നൊരു ദിവസത്തേക്ക് അവിടെയും വലിയ വിഷയങ്ങളുണ്ടായിരുന്നു. കുടിച്ചുകൊണ്ട് നടക്കുന്ന കാലഘട്ടത്തില് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ കുടി മോശമാണെന്നുള്ളത്. ഞാൻ ആദ്യം മദ്യപിക്കുന്നത് വലിയ ആഹ്, ആഡംബരത്തിലായിരുന്നു. നല്ല സന്തോഷമായിട്ടായിരുന്നു. ക്വാളിറ്റി ഡ്രിങ്കിങ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് ബാറിൽ പോയി അത്തരം മദ്യപാനമൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നെങ്കില്, പിന്നീടുള്ള അവസാന സമയങ്ങളിലൊക്കെ രാവിലെ തുടക്കം കുറിക്കുന്നത് അങ്ങനെ രാത്രി ഏതെങ്കിലുമൊക്കെ ബാറിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ശക്തിഹീനത തീർച്ചയായിട്ടും മനസ്സിലാക്കി എന്നോട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വാരി വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് മധ്യത്തിൽ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് തന്നെയും എന്റെ ചുറ്റുപാടുമുള്ള പല സുഹൃത്തുക്കളും എന്തിന് ബാറിലുള്ള സ്റ്റാഫുകൾ പോലും എന്നോട് പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്റെ കുടി അത്ര നല്ലതല്ല. ഇങ്ങനെ കുടിക്കരുതെന്ന്. എനിക്ക് നന്നായിട്ട് അത് ധാരണയുണ്ടായിരുന്നു. അവസാന സമയങ്ങളില് ഞാൻ കുടിക്കുന്ന രീതി എനിക്ക് തന്നെ അറിയാം. ഇതെവിടെ പോയി അവസാനം ഞാനതങ്ങ് വിട്ടു എന്നുള്ളതാണ്. ഇനി എനിക്കിത് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ തന്നെ ഇത് തീരുവുള്ളൂ എന്നൊക്കെ ഉള്ളത് എന്റെ 42ാമത്തെ വയസ്സിൽ ഞാൻ ചിന്തിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് പത്രത്തില് ചരമകോളം എടുത്ത് വായിക്കുന്ന ഒരു അവസ്ഥയൊക്കെ എനിക്ക് അപ്പോഴെത്തി. കാര്യം ഞാനും ഇനി വലിയ താമസമില്ലാതെ മരണത്തിലേക്ക് എത്തുമെന്നൊക്കെ ഞാനും ആ സമയത്ത് ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് മദ്യത്തിൽ നിന്ന് മാറണം. ഒരുപാട് പേര് എന്നോട് പറയുന്നുണ്ട് മദ്യത്തിൽ നിന്ന് മാറണമെന്ന്. ഇങ്ങനെ ആവരുതെന്ന്. പക്ഷേ അത് എങ്ങനെയാണ് മാറേണ്ടതെന്നുള്ളതിനെ പറ്റി എനിക്കൊരു ധാരണയില്ലായിരുന്നു. ഈ പറഞ്ഞ സുഹൃത്തുക്കൾ ആരും തന്നെ എനിക്ക് അത് പറഞ്ഞു തന്നില്ല. എന്റെ കുടി ശരിയല്ലെന്നും, നീ കുടി നിർത്തണമെന്നും പറയാനല്ലാതെ, എങ്ങനെ നിർത്തണം എന്നുള്ളതിനെ പറ്റി ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നോക്കിയ ആളാ. ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം അങ്ങനെയുള്ള പല വിശേഷ ദിവസങ്ങളിൽ എന്റെ പിറന്നാളിന് ഒക്കെ ഞാൻ കുടി അങ്ങ് നിർത്താം. ഇനി തൊട്ട് കുടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടു പോയ ആളാ. എന്നെക്കൊണ്ട് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സത്യസന്ധമായി എനിക്ക് മദ്യപാനം നിർത്തണമെന്നും നിയന്ത്രിക്കണമെന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. മദ്യപിക്കാത്ത ആൾക്കാരോടൊക്കെ വല്ലാത്ത ആരാധനയായിരുന്നു. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കാണ് എങ്ങനെയാണ് മദ്യത്തെ മാറ്റി നിർത്തേണ്ടതെന്നുള്ള കാര്യം വളരെ ലളിതമായിട്ട്, വളരെ ലളിതമായിട്ട് ഇന്നൊരു ദിവസം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിലാണ് ഓരോ ദിവസം മാറി നിൽക്കാൻ പറ്റിയത്. അങ്ങനെ ആ മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത പൂർണ്ണമായും സമ്മതിച്ച് തോറ്റു കൊടുത്തപ്പോ വിജയിക്കാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. പക്ഷേ അവിടെ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നതെങ്കില്, അതിനപ്പുറത്തൊരു കാര്യം കൂടെ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒന്നാമത്തെ പടിയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ളൊരവസ്ഥ. ഈ മദ്യപാനം മൂലമോ അഥവാ അനിയന്ത്രിതമായ ഒരു ജീവിത രീതി ഉണ്ടായിരുന്നത് കൊണ്ടോ ആണ് ഞാൻ ഇങ്ങനെ ആയെന്നുള്ളത്. എനിക്കത് ക്ലിയർ ആയില്ല എന്നുള്ളതാണ്.
എനിക്ക് അത്തരത്തിൽ ആദ്യമേ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായില്ല. അപ്പോഴാണ് ആ പ്രോഗ്രാമിന്റെ പാതയില് ഒരു സ്പോൺസറും ഒക്കെ ആയിട്ട് കണ്ടെത്തി മുന്നോട്ട് പോയപ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്തരത്തില് ഓരോ പടികളെ പറ്റിയും ആഹ്, മ 2020 കൊറോണ കാലഘട്ടത്തില് അമൂല്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പില് ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഈ പടികളിലേക്ക് ആകർഷണീയത വന്നത്. ഞാൻ പെട്ടെന്ന് ആ ഒരു കാര്യം ഓർത്തതുകൊണ്ടാ അതൊന്നിപ്പോ പറഞ്ഞത്. അപ്പോ എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയെന്ന് പറയുന്നത് മദ്യത്തിന്റെ മുമ്പില് മാത്രമല്ല, എനിക്ക് മറ്റു പല സംഭവങ്ങളിലും എനിക്ക് അനിയന്ത്രിതാവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യം, ആർത്തി പിടിച്ച ഒരു ജീവിതമാണ് എന്റേതെന്നൊക്കെ എനിക്ക് പിന്നീട് പതുക്കെ പതുക്കെ മനസ്സിലാക്കാൻ പറ്റി. 7 മാരക പാപങ്ങൾ എന്നിൽ ഉണ്ട് എന്നുള്ള ഒരു പൊതുവില് ആൽക്കഹോളിക്കിന് അഹങ്കാരം, അലസത, ആർത്തി, കാമം, കോപം അത്തരത്തിൽ 7 മാരക പാപങ്ങള് എന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. വ്യക്തികളോട് കൃത്യമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. മര്യാദയ്ക്ക് ഒരു 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 കാര്യം സംസാരിക്കാൻ അറിയത്തില്ല. ദേഷ്യം പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നൊരവസ്ഥ. സിമ്പതി കാണിക്കാൻ പോലും മര്യാദയ്ക്ക് അറിയാൻ വയ്യാത്തൊരവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുടെ ഒരു ജോലി ചെയ്യാൻ അലസത, ഈ മടി പിടിച്ച് പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നൊരവസ്ഥ. ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കോരിത്തരിച്ചു പോയതാ. കാര്യം എന്റെ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന സംഭവങ്ങളാ. എന്ത് കാര്യവും പിന്നിടത്തേക്ക് മാറ്റിവെക്കുക. തുടങ്ങിക്കഴിഞ്ഞാലോ ആ കാര്യം തീർത്തിട്ട് മാത്രമേ പിന്നെ പോളൂ. ആർത്തിയാണ്. 2 ദിവസം കൊണ്ട് ചെയ്യേണ്ട എനിക്ക് പ്രാക്ടിക്കലി എന്റെ പ്രസ്സിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു. 2 ദിവസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങള് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർത്തിട്ട് എന്റെ ചിന്താഗതി അടുത്ത ദിവസം വെറുതെ ഇരിക്കാമല്ലോ. ആ ഒരു ചിന്താഗതിയിൽ ഇന്ന് തന്നെ തീർക്കണം എന്നുള്ളത്. അപ്പൊ ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്ത അവസ്ഥ. ഒരു ചെറിയ കുറവ്, ന്യൂനത കണ്ടു കഴിഞ്ഞാൽ അവരെ അത് കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്യാനുള്ളിടത്ത് പൊട്ടിത്തെറിച്ച് അവരുടെ മേൽ കുതിര കയറുന്ന രീതിയിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാൻ വന്നാൽ നിങ്ങളാരും പറയണ്ട, എനിക്കറിയാം. എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. നിങ്ങൾ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ടാന്ന് വളരെ ധാർഷ്ട്യത്തോടുകൂടി അവരോട് സംസാരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഞാൻ കരുതിയിരുന്നത് എന്റെ ഒരു അലങ്കാരമായിട്ടാ. ഞാൻ കൃത്യമായിട്ടും കാര്യങ്ങൾ സമയം കീപ്പ് ചെയ്ത് കണിശക്കാരനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെരുമാറിയിരുന്ന ഒരാളാ. ടൈമിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യണമെന്നുള്ള. വെറുതെ ആയിരുന്നു എന്നുള്ളതാണ്. വെറുതെ ആയിരുന്നു എന്നുള്ളതാണ്. കാര്യം എന്നെ ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിൽ ഒരുപാട് ന്യൂനതകളുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ട് എന്നെ ആരും കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്ന പരിപാടി തന്നെയായിരുന്നു ഞാനും കാണിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള കുറേ വൈകല്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് അതിന്റെ ഒപ്പമാണ് ഈ മദ്യം കൂടെ എന്റെ കൂടെ വന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനത അംഗീകരിച്ചപ്പോ, എനിക്ക് മദ്യത്തെ മാറ്റി നിർത്താൻ പറ്റിയപ്പോ, എന്റെ മറ്റു പല കുറവുകളും കൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതിന്റെ ആകത്തുകയായിട്ട് ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ളൊരു സത്യത്തെ എനിക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാനും കൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ പടിയിൽ എന്നോട് പറഞ്ഞു തന്നത്. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളിൽ, എന്തൊക്കെ, എവിടെയൊക്കെ, എങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോഴാണ് ഞാൻ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നന്നേ ചെറുപ്രായത്തിൽ തന്നെ ജോലിയൊക്കെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഞാൻ ഈ പറഞ്ഞ കൊണ്ട് എന്റെ പിന്നീട് ഞാൻ ചെലവിനൊന്നും ഒരു രൂപ പോലും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടില്ല. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വന്തമായിട്ടാ കൈകാര്യം ചെയ്യുന്നത്. ഇതൊക്കെ എന്റെ അഹങ്കാരത്തിന് എന്താ പറയാ, ഒരു മാറ്റുകൂട്ടുന്ന രീതിയിൽ എന്റെ സ്വഭാവത്തിലേക്ക് വന്നത് ഇത്തരം പ്രവൃത്തികളായിരുന്നു. പണത്തിനോട് വല്ലാത്തൊരു ആർത്തി. നന്നേ ചെറുപ്പത്തിൽ തന്നെ കൂടുതൽ പണം ഉണ്ടാക്കണം. എന്റെ ആ ഒരു ജീവിതം ഭയങ്കര സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണം. ഇത്തരം അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ഒരല്പം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്ന അവസ്ഥയിലേക്കൊക്കെ എന്റെ ആർത്തി എന്ന പ്രതിഭാസം എന്നെക്കൊണ്ട് ചെയ്യിച്ചു എന്നൊക്കെ ഉള്ളത് എനിക്ക് ഇവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും എന്റെ ശക്തിഹീനത അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഒരു അവസരം ഒരുങ്ങിയപ്പോഴാണ് രണ്ടാമത്തെ പടി, ഞങ്ങളെ സുബോധവാന്മാരാക്കുവാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ള പടി ഞാൻ കാണുന്നു. ശരിക്കും മദ്യപിക്കുന്നത് തെറ്റാണെന്നും, പ്രത്യേകിച്ച് എന്റെ മദ്യപാന രീതി, ഞാൻ അവസാന സമയങ്ങളിലൊക്കെ രാവിലെ പ്രസ്സിൽ വന്ന് കേറുമ്പോ തന്നെ, എന്റെ സ്ഥാപനത്തിൽ വന്ന് കേറുമ്പോ തന്നെ ഞാൻ അല്പം കഴിച്ചിട്ടൊക്കെ തന്നെ വന്ന് കേറാറുണ്ട്. എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടൊന്നും പിന്നീട് തോന്നും. ആദ്യ സമയങ്ങളിലൊക്കെ വൈകുന്നേരം 6 മണിക്ക് ശേഷം പ്രസ് പൂട്ടിയതിന് ശേഷമേ ഞാൻ കഴിക്കുകയുള്ളായിരുന്നു. പിന്നീട് 6 മണിക്ക് ശേഷം സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ പോയതിന് ശേഷം ഞാൻ പുറത്ത് പോയി കഴിച്ചിട്ട് വീണ്ടും പ്രസ്സിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിങ്ങനെ പതുക്കെ പതുക്കെ കേറി വന്ന് രാവിലെ തന്നെ ഞാൻ കഴിച്ചിട്ട് പ്രസ്സിൽ വരുന്ന അവസ്ഥകൾ വരെ വന്നെത്തി. ആ പ്രസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പുറത്തോട്ടോ എന്റെ സ്ഥാപനത്തിന്റെ ചുറ്റാതെയായിട്ട് എന്റെ വീടും എന്റെ സ്ഥാപനവും തമ്മിൽ 1.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഈ 1.5 കിലോമീറ്റർ ഇടയ്ക്ക് 13 ബാറുകളാണെന്നുള്ളത്. അപ്പൊ എനിക്ക് എപ്പോ വേണമെങ്കിലും സ്വതന്ത്രമായിട്ട് എങ്ങോട്ട് വേണമെങ്കിലും കേറാൻ അവസരം ഉള്ളതെന്നുള്ളതുകൊണ്ട് ഇറങ്ങിയും കേറിയും കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു.
എനിക്ക് തന്നെ അറിയാം ഞാൻ ഈ കാണിക്കുന്നത് തെറ്റാണ്. ഒരു ബാറിൽ തന്നെ ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു ബാറിൽ തന്നെ 8ഉം 10ഉം പ്രാവശ്യമൊക്കെ ഒരു ദിവസം കേറുന്നൊരവസ്ഥ. കേറുക, കഴിക്കുക, തിരിച്ചിറങ്ങി വരിക. 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എനിക്ക് കഴിക്കണമെന്ന് തോന്നും. ഞാൻ വീണ്ടും ഇറങ്ങിപ്പോവും. അത്രത്തോളം മദ്യത്തിലങ്ങ് ആണ്ടുപോയൊരവസ്ഥ. പക്ഷേ അവിടെ എങ്ങും അപ്പോഴെങ്ങും എനിക്കറിയാം ഞാൻ കഴിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ ഒരിക്കൽ പോലും അതീന്ന് മാറി നടക്കാൻ പറ്റിയില്ല. പക്ഷേ എപ്പോഴോ എവിടെയോ ഇരുന്നോണ്ട് എന്നെക്കാളും വലിയൊരു ശക്തിയുടെ അനുഗ്രഹം ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഈശ്വര വിശ്വാസത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. നല്ല കടുത്ത ഈശ്വര വിശ്വാസമൊക്കെ ഉണ്ടെന്നുള്ള ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്നു. ഉണ്ടെന്നുള്ളതല്ലല്ലോ. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അമ്പലങ്ങളില് പ്രാർത്ഥനയും കാര്യങ്ങളും കൂട്ടായ്മയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 1 1/4 വർഷം നിരന്തരമായി ഞാൻ നിർമ്മാല്യം തൊഴുന്ന ഒരാളായിരുന്നു. അത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ടായിരുന്നു. കാര്യം രാത്രി നന്നായിട്ട് മദ്യപിച്ചിട്ട് വരികയും പെട്ടെന്ന് തന്നെ ഓഫായി പോകുന്നൊരവസ്ഥ. ഞാനങ്ങ് ഉറക്കത്തിലേക്കാണ്ട് പോയി. എപ്പോഴും ഉറങ്ങിയെന്ന് പോലും അറിയാൻ വയ്യ. വെളുപ്പാങ്കാലമാകുമ്പോൾ ഉണരും. ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് രാത്രിയിൽ എപ്പോ വന്നു എന്താണെന്ന് അറിയാൻ വയ്യാത്തൊരു മാനസികാവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പതുക്കെ എഴുന്നേറ്റ് കുളിച്ച് രാവിലെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയി നിർമ്മാല്യം തൊഴുത് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് വീട്ടിലെങ്ങും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ പോയിരുന്നു. അത്തരം സാഹചര്യങ്ങളാണ് ഞാൻ അമ്പലത്തിൽ പോയിരുന്നത് നിർമ്മാല്യത്തിന്. പക്ഷെ ശരിക്കും ഞാൻ അവിടെ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ എന്താ ഇങ്ങനെ ആക്കിയെന്ന്. അപ്പൊ അത്തരത്തിലൊക്കെ പ്രാർത്ഥനയൊക്കെ നടന്നിരുന്നെങ്കിലും എന്റെ കുടിയുന്നതൊന്നും എന്നെ പിന്നിലോട്ട് വലിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എന്നെ പറയുകയും ചെയ്യും. എന്നെ ഇങ്ങനെ ആക്കിയതും, എന്നെ ഇങ്ങനെ കുടിപ്പിക്കുന്നതും, അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നതും ഭഗവാനല്ലേ എന്ന് പോലും ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ സാഹചര്യത്തില് ഇത്രയൊക്കെ ആയിരിക്കുമ്പോ പോലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയെ കേൾക്കാനും കാണാനും അതിലേക്ക് കടന്നു ചെല്ലാനായിട്ട് എനിക്കൊരു മനസ്സും തന്നത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ എന്നെക്കാളും വലിയൊരു ശക്തി തന്നെയായിരുന്നു. മറ്റു പലരും പറഞ്ഞത് ചെയ്യാൻ കഴിയാതിരുന്ന സമയത്ത് ഇത്തരത്തിൽ എന്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ടാക്കി. തീർച്ചയായിട്ടും എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. പലപ്പോഴും പലയിടത്തും നമ്മൾ മീറ്റിംഗ് ഹാളിലൊക്കെ നമുക്ക് ഈശ്വര വിശ്വാസമൊക്കെ ഇല്ലാതെ പലരും ഇതിനകത്ത് വരുന്ന ഞാനൊക്കെ ഏതാണ്ട് അവസാന സമയങ്ങളിൽ ഈശ്വരനുണ്ട് പക്ഷെ എന്നിൽ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ ഞാനും പോയിരുന്നു. എന്നിലൊന്നും പ്രവർത്തിക്കുന്നില്ല. ഈശ്വരനൊക്കെ എവിടെയോ ഉണ്ട് എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം കൃത്യമായിട്ടും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. തീർച്ചയായിട്ടും വലിയൊരു ശക്തിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് കേൾക്കാനും കാണാനും ഇതിന്റെ ഉള്ളിൽ വരാനും ഒക്കെ ഒരു അവസരം ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായെന്നുള്ളതാണ്. അപ്പോ ആ ഒരു വിശ്വാസത്തിലേക്ക് തീർച്ചയായിട്ടും വിട്ടുകൊടുക്കാൻ അപ്പോ കൂട്ടായ്മയിൽ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള വിശ്വാസത്തിലൂടെ യാത്ര ചെയ്യാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അവര് തന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ശക്തിക്ക് ഒരു പ്രത്യേക ഭാഷയോ, വേഷമോ, പേരോ ഒന്നും പറഞ്ഞു തന്നില്ല. ആ ഒരു ഹയർ പവർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതൊരു അല്പം ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ എനിക്ക് തോന്നി എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് അതായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം സ്വാതന്ത്ര്യം എനിക്ക് വരൂലായിരുന്നു. അവനവന്റെ കാഴ്ചപ്പാടിലുള്ള ഒരു വലിയ ശക്തിയെ കണ്ടെത്തി മുന്നോട്ട് പോകാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് വളരെ സഹായകരമായി എന്നുള്ളതാണ്. കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നിടത്തുന്ന് ഒരു മരുന്നിന്റെയോ, ഒരു ഗുളികയുടെയോ, ഒരു കൗൺസിലിങ്ങിന്റെയോ പോലും സഹായമൊന്നും ഇല്ലാതെ എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യത്തെ മാറ്റി നിർത്തി ആൽക്കഹോളിക്സ് അനോണിമസിനകത്തൂടെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ ശക്തിയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്നെപ്പോലൊരു മദ്യാസക്തന് അത്രത്തോളം വളരെ വളരെ അധപ്പതിച്ച അതിര് വിട്ട് കുടിച്ച് റോഡ് വക്കിലൊന്നും വീണ് കിടന്നിട്ടില്ല. വഴിയിൽ അടിപിടി കേസുകളിലൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ മദ്യപിച്ചു എന്നുള്ളത് അവസാന സമയങ്ങളിൽ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു എന്നുള്ളത്. ഒരു ദിവസം എത്ര പെഗ് മദ്യം കഴിച്ചു എന്നുള്ളതും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. കാര്യം ഞാൻ അത്രത്തോളം മദ്യപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് പെഗ് കഴിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ കേറുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ലാത്ത അതുകൊണ്ട് തന്നെ അത്രത്തോളം അങ്ങ് ആണ്ടുപോയൊരവസ്ഥേന്നാണ് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് മദ്യത്തെ നീക്കി നിർത്തി പിന്നീട് കഴിക്കേണ്ടാത്തതായിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ ഒരു അവസരം ഒരുക്കി കിട്ടിയത്. തീർച്ചയായിട്ടും അതൊരു വലിയ ശക്തിയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതിനകത്ത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കൃത്യമായ അളവിൽ മൂന്നാമത്തെ പടി എനിക്ക് പറഞ്ഞു തന്നു. ഞങ്ങളുടെ ഇച്ഛകളും ജീവിതവും ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു എന്ന്. അപ്പോ എങ്കിൽ പിന്നെ ഇത്രയും ഈ 42 കൂട്ടായ്മയിൽ കടന്നു വരുമ്പോ എനിക്ക് 42 വയസ്സ് 43ാമത്തെ വയസ്സിലാണ് ഞാൻ കൂട്ടായ്മയിൽ കടന്നു വരുന്നത്. ആ 43 വയസ്സ് വരെ 17 വയസ്സിൽ ഞാൻ മദ്യം കഴിച്ചെങ്കിലും രുചിച്ചെങ്കിലും എന്റെ കുടി തുടങ്ങുന്നത് 28 വയസ്സിലാണ്. കൃത്യമായും ഡെയിലി മദ്യപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ 28 വയസ്സ് തൊട്ട് 43 വയസ്സ് വരെയുള്ള ആ കുടിയില് ആ അത്രയും കാലത്തെ കുടിച്ചു മുന്നേറുകയായിരുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസം കഴിയും പ്രോഗ്രസീവ് ഡിസീസ് എന്നൊക്കെ ഉള്ളത് എന്റെ കുടിയുടെ ആ ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും കാണാൻ പറ്റും. ഞാന് ഒരു ദിവസം പോലും മദ്യപിക്കാതിരിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ വളരെ ഇതായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു.
ഇപ്പൊ എന്റെയൊക്കെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ പലരും ശബരിമലയ്ക്കൊക്കെ പോകാൻ അവരുടെ വ്രതങ്ങൾ മതവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആവശ്യങ്ങളിലൊക്കെ വ്രതം പിടിക്കുന്ന സമയത്തൊക്കെ അവർ മദ്യപിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് അതിനും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലും ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. എനിക്ക് അതിന് ന്യായീകരണം ഉണ്ടായിരുന്നു. ഈ ദൈവം തന്നെയല്ലേ എനിക്ക് ഇതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുടിക്കുന്നു എന്നുള്ള രീതിയിൽ. ഒരു മലയ്ക്ക് പോകാനായിട്ട്, ശബരിമലയ്ക്ക് പോകാനായിട്ട് വ്രതം പിടിച്ചാൽ പോലും ഞാൻ വ്രതമായിരിക്കും. മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ കൃത്യമായി നിൽക്കുന്ന അവസരത്തിൽ പോലും ഞാൻ മദ്യം കഴിക്കുമായിരുന്നു. അത്രത്തോളം മദ്യത്തിൽ ആണ്ടുപോയിരുന്ന എന്നെയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ റിക്കവറി മീറ്റിംഗിൽ പങ്കെടുത്ത ഒരൊറ്റ ദിവസത്തെ, അതും ഞാൻ 7:35 മീറ്റിംഗിൽ വരുന്നു, 8 മണിക്ക് മീറ്റിംഗ് തീരുന്നു. 25 മിനിറ്റത്തെ മീറ്റിംഗ് ആണ് ആദ്യത്തെ ദിവസം ഞാൻ പങ്കെടുക്കുന്നത്. പക്ഷെ അന്ന് ആ ഒരൊറ്റ ദിവസത്തെ മീറ്റിംഗ് തന്നെ അടുത്ത ദിവസം ഞാൻ കുടിക്കാതെ മീറ്റിംഗിൽ വരണമെന്ന് തീരുമാനമെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയെന്നുള്ളത്. ഇന്ന് കുടിക്കാതിരിക്കാമോ എന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത ദിവസം രാവിലെയും അതേ സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ഇന്ന് വൈകുന്നേരം വരുമ്പോഴും കുടിക്കാതെ വരണേന്ന് പറഞ്ഞപ്പോ, എനിക്കിന്ന് കുടിക്കാൻ പാടില്ല, ഇന്ന് കുടിക്കരുതെന്നുള്ളൊരു തീരുമാനമെടുത്ത്, ആ ചിന്തയോടുകൂടി അടുത്ത ദിവസവും മീറ്റിംഗിലേക്ക് കടന്നു വരാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കില്, അത് തീർച്ചയായിട്ടും എന്നെക്കാളും വലിയൊരു ശക്തിയുടെ അനുഗ്രഹം എന്നില് ഉണ്ടായത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക്, എന്തുകൊണ്ട് ആ ഒരു ശക്തിയെ പൂർണ്ണതോതിൽ മനസ്സിലാക്കി ഇനിയുള്ള കാലം എന്റെ പ്രവൃത്തികളില് ആ ഒരു ശക്തിയുടെ ഒരു സംരക്ഷണവും കൂടെ ഒന്ന് മനസ്സിലാക്കി ആ സംരക്ഷണത്തിൽ വിട്ടുകൊടുത്ത് മുന്നോട്ട് പൊയ്ക്കൂടാന്നുള്ളത്. എനിക്ക് ആദ്യമേ ഒന്നും അത്ര ക്ലിയർ ഒന്നും ആയില്ല. അപ്പോ എനിക്ക് കഴിയാത്ത എന്റെ അനിയന്ത്രിതാവസ്ഥ മദ്യത്തിൽ മാത്രമല്ല അതിനപ്പുറത്ത് പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് ഞാന് ആ വലിയ ശക്തിയെ ആശ്രയിച്ച് വിട്ടുകൊടുത്ത്, മദ്യപിക്കുന്നതിന് മുമ്പ് ഈശ്വര വിശ്വാസം ഉണ്ടായിരുന്ന അവസ്ഥയിൽ മദ്യത്തിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഡിപ്പെൻഡൻസി മൊത്തം മദ്യത്തിലേക്കായി. എന്റെ എന്ത് പ്രശ്നങ്ങളിലും ഞാൻ മദ്യത്തെ ആശ്രയിക്കുന്ന ഒരവസ്ഥ വന്നു. എനിക്ക് പരിഹാരമില്ലാത്തതായിട്ട് ഒരു വിഷയവും മദ്യം മൂലം ഇല്ലാത്ത സാഹചര്യത്തിൽ വന്നു. എന്തെങ്കിലുമൊക്കെ ഞാന് എന്ത് വിഷയം ഉണ്ടെങ്കിലും 2 പെഗ് മദ്യം എടുത്ത് വെച്ചിരുന്ന് കഴിച്ച് ആലോചിച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിന് പരിഹാരം കിട്ടിയെന്ന് ഞാൻ സ്വയം ചിന്തിച്ചെടുത്ത് കുടിക്കുന്ന ഒരാളായിരുന്നു. അത്തരം അവസ്ഥയിന്ന് മാറിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവാൻ പറ്റിയപ്പോ, തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങള് ഇത്തരത്തിൽ ആ ഒരു ഹയർ പവറിന്, ആ ശരിയായ ദിശയിലേക്ക് ചിന്തയെ വഴിതിരിച്ച് വിടാനൊക്കെ ഒരു അവസരം കിട്ടിയപ്പോ, അങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് ഞാൻ എനിക്ക് ചിന്തിക്കാൻ ഒരു അവസരം കിട്ടിയെന്നുള്ളതാണ്. ഈ പറയുന്ന ഈ 3ാമത്തെ പടിയിലൊക്കെ ഞാൻ എത്തുമ്പഴത്തേക്ക് യഥാർത്ഥ ദൈവത്തെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി ഒന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഇതൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ട്. ഇനി അങ്ങോട്ടുള്ള യാത്രയില് ഈ വലിയ ശക്തി എങ്ങനെ വിട്ടുകൊടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം എടുക്കുമ്പഴത്തേക്കും എങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ഇനിയിപ്പോ അത് വിട്ടുകൊടുക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകാന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഴമക്കാരായിട്ടുള്ള ഒരു മീറ്റിംഗിൽ ഷെയർ ചെയ്യുമ്പോ, എനിക്കത് എങ്ങനെ വിട്ടുകൊടുക്കണമെന്നും എനിക്കറിഞ്ഞൂടാ. ഇനി അത് വിട്ടുകൊടുക്കാം. ഞാൻ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ എന്ന് കരുതുമ്പഴും, ആ കാര്യങ്ങൾ മാത്രം എന്റെ മനസ്സിൽ കിടന്ന് അയ്യോ, അയ്യോ, അയ്യോ എന്ന് ചിന്തിക്കുമ്പഴും, വിട്ടുകൊടുക്കാൻ അറിയാൻ വയ്യാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പഴും, തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. കാര്യം എനിക്ക് അത്രത്തോളം പ്രതീക്ഷയുണ്ടായിരുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനത് ചെയ്ത് മുന്നോട്ട് പോകുമ്പഴത്തേക്ക്, ഞാൻ കണ്ട് ആകർഷിക്കപ്പെട്ട ആ പഴയ ആൾക്കാരുടെ രീതിയിൽ ജീവിക്കാൻ എനിക്കും അവസരം കിട്ടുന്നുള്ളതുകൊണ്ട്. അങ്ങനെ 3ാമത്തെ പടിയിൽ എത്തിയപ്പോഴത്തേക്ക് എന്റെ ആ ഇച്ഛകളും ജീവിതവും ഒക്കെ ഞാൻ ഇപ്പൊ ഇത്തരത്തില് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ആ വലിയ ശക്തിക്ക് കൊടുക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ, എന്റെ പഴമക്കാരായിട്ടുള്ള സുഹൃത്തുക്കള് അല്ലെങ്കിൽ എന്റെ സ്പോൺസർ, ഞാൻ ഈ യാത്രയിൽ എന്തായാലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ആ യാത്രയില് എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്നുള്ള ഒരു കാര്യത്തെ തിരിച്ചറിയണ്ടേ എന്നൊരു ചോദ്യം. അവിടെയാണ് എന്റെ ഉള്ളില് ഈ കൂട്ടായ്മ കാണുന്നതിന് മുമ്പേ എന്റെ ഉള്ളിൽ കിടന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന, തികട്ടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്. എന്റെ ഒപ്പം മദ്യപിച്ചവരൊന്നും ഇങ്ങനെയല്ലല്ലോ. ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയെ? പലപ്പോഴും, പലപ്പോഴും അവസാന സമയങ്ങളിൽ സൗഹൃദങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരുന്നു. കാര്യം എന്റെ രീതിയിലുള്ള മദ്യപാനത്തിന് എനിക്ക് സൗഹൃദം പറ്റില്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ അവരുടെ രീതിയിലൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ ഇഷ്ടത്തിന് കഴിക്കാൻ വേണ്ടി ഒറ്റയ്ക്കുള്ള മദ്യപാനമായിരുന്നു അവസാന സമയങ്ങളിലൊക്കെ നടത്തിയിരുന്നത്. പിന്നെ നിരന്തരം ബാറിൽ പോകുമ്പോഴത്തേക്ക് അതും പറയാതിരിക്കാൻ പറ്റില്ല. ഈ പറയുന്ന ടൗണിനകത്തുള്ള 13 ബാറുകളിലും ഞാൻ നിരന്തരം കേറുന്നത് കൊണ്ട് തന്നെ, എന്നെപ്പോലെ കുടിച്ചുകൊണ്ടിരിക്കുന്നവരെ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും നിരന്തരം കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും പകല് മൊത്തം കേറി ഇറങ്ങി മദ്യപിക്കുന്ന ഒരു കൂട്ടം, ഒരു കുറച്ച് പേരേ ഉള്ളൂ. ആ ഒരു കൂട്ടം ആൾക്കാരെ പരസ്പരം എല്ലാവരെയും അറിയാം. ഏത് ബാറിൽ കേറി കഴിഞ്ഞാലും അവിടെ കൗണ്ടറിൽ നിന്ന് കഴിക്കുന്നവരെ എനിക്ക് അറിയാവുന്നവരായിരിക്കുന്ന ഒരു സാഹചര്യം അവസാന 4 വർഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ അപ്പൊ എന്താ ഞാനിങ്ങനെ ഇത്രത്തോളം ഇങ്ങനെ ആയിപ്പോയതെന്താ? ഏതെങ്കിലും അവസരം ഞാൻ ക്ലബ്ബിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ക്ലബ്ബിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെയും ഉണ്ട് മദ്യം. ആ മദ്യം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അന്ന് രാത്രി അവരെല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്
എല്ലാരും പിരിഞ്ഞു പോകുന്നു. ഞങ്ങളെല്ലാരും ഒരുമിച്ച് തന്നെയായിരിക്കും പിരിയുന്നത്. പക്ഷെ അവര് പിരിഞ്ഞ് എല്ലാരും വീടുകളിൽ പോകുമ്പഴത്തേക്ക് ഞാൻ മാത്രം വീണ്ടും കറങ്ങി, കറങ്ങി വീണ്ടും എനിക്ക് ഒന്നൂടെ ഒന്ന് കുടിക്കണം. എനിക്ക് പിന്നെ ഒന്നൂടെ കുടിക്കണം. അതിനുവേണ്ടി ഞാൻ പോകുന്നു. അല്ലാതെ തന്നെ സ്വാഭാവികമായി എനിക്ക് ആവശ്യത്തിന് ഞാൻ മദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞാലും വീടിന്റെ ഫ്രണ്ടിലെത്തുമ്പഴത്തേക്ക് പതുക്കെ വണ്ടി ഓഫ് ചെയ്ത് ഉരുട്ടി മാറ്റി തിരിച്ച് കുറച്ച് ഉരുട്ടി കൊണ്ടുപോയി വീണ്ടും ബാറിൽ പോയി വീണ്ടും മദ്യപിക്കുന്ന ഒരു സാഹചര്യം. അത് എന്താണ് ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്ക് മാത്രം എന്താ ഇത്? അടുത്ത ദിവസം രാവിലെ എന്റെ ഒപ്പം ഞായറാഴ്ചകളിലൊക്കെ സുഹൃത്തുക്കൾ എല്ലാരും കൂടെ ചേർന്നിട്ട് അതൊക്കെ തുടക്കത്തില് തന്നെയുള്ളതാ. എല്ലാരും കൂടെ ചേർന്ന് കഴിക്കുന്ന സമയത്ത് ഞായറാഴ്ച രാത്രിയില് ഒരു സന്തോഷം എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാരും കൂടെ ചേർന്ന് കഴിക്കുകയും, രാവിലെ ആകുമ്പഴത്തേക്ക് അവരൊരു തിങ്കളാഴ്ച ജോലിക്ക് പോകുമ്പഴത്തേക്ക് ഞാൻ മാത്രം ഹാങ് ഓവർ പിടിച്ചിട്ട് തിങ്കളാഴ്ച രാവിലെ ഒരു ശകലം കഴിക്കാനായിട്ട് എന്താ മാർഗ്ഗമെന്ന് അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്നൊരവസ്ഥ. ഇതൊക്കെ തുടക്കത്തിലേ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്ക് മാത്രം എന്താ ഇങ്ങനൊരു പ്രത്യേകത? ബാക്കി ആരും ഇങ്ങനെയല്ലല്ലോ എന്നുള്ള എന്റെ ഉള്ളിലുള്ള ചിന്തയ്ക്ക് കൃത്യമായ ഒരു ഓപ്പണിംഗ് ആണ് 4ാമത്തെ പടിയിൽ എനിക്ക് കിട്ടിയത്. എന്താ ഞാൻ ഇങ്ങനെ ആയിപ്പോയി? അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്താൻ എനിക്ക് അവസരം തന്നതാണ്. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളത് എനിക്ക് കണ്ടെത്താൻ അതിനൊരു അവസരം. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ 7 മാരക പാപങ്ങൾ എന്നിലുണ്ടെന്നും, അത്തരം കാര്യങ്ങൾ എന്നെ എപ്പോഴും വേട്ടയാടിയിരുന്നെന്നും, അത് വേട്ടയാടൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഇതിലായി പോകും. അതിനെയൊക്കെ ഞാൻ ആഘോഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ അതിനെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു ഓരോന്നിനും. നേരത്തെ പറഞ്ഞിടത്തേക്ക് ഈ സഹതാപം പോലും, സിമ്പതി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിഞ്ഞൂടാ എന്നുള്ളതാ. ആവശ്യമില്ലാത്തിടത്തൊക്കെ പോയി ഈ നമ്മൾ ചെയ്യുന്ന ഒരു മര്യാദയ്ക്ക് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതിനേക്കാളും അപ്പുറത്ത് വാഗ്ദാനങ്ങൾ കൊടുത്ത് പിന്നീട് ആലോചിക്കും. അയ്യോ! അതിന്റെ കാര്യം ഇല്ലായിരുന്നല്ലോ. അറിയാൻ വയ്യ. അപ്പോഴത്തെ ആ ഒരു ആവേശത്തിലങ്ങ് ചെയ്തു കളഞ്ഞതാണ്. ദേഷ്യം വരുമ്പോ എന്തും പറയും, ആരോടും പറയും. അത്തരത്തില് എന്തിനോടും ഒരു നിയന്ത്രണം ഇല്ലാതെ പെരുമാറിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് കണ്ടെത്താൻ എനിക്ക് 4ാമത്തെ പടിയില്. ജന്മവാസനകള് ശരിക്കും ഒരു മനുഷ്യന് ജീവിക്കാൻ അനിവാര്യമായ കാര്യങ്ങളാണ് ജന്മവാസനകള്. അത് എല്ലാവർക്കും ഉള്ളതാണ്. അതൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നപ്പോഴത്തേക്കാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ജന്മവാസനകള്. ആ ജന്മവാസനകളെ വഴിതിരിച്ചു വിട്ട അല്ലെങ്കിൽ കയറൂരി വിട്ട ഒരവസ്ഥയാണ്. ഒരു സുഖകരമായ ജീവിതത്തിന് നമുക്ക് ഭാവി സുരക്ഷിതമായി കരുതി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മള് എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റു രോഗങ്ങളോടുള്ള ഭയം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരു മിനിമം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളില് അമിതമായിട്ടുള്ള ഉത്കണ്ഠ. ഞാനത് കരുതിയത് എന്റെ കഴിവായിട്ടാണ്. അപ്പൊ നമ്മുടെ പ്രധാനമായിട്ടും 3 ഇൻസ്റ്റിങ്ക്റ്റുകളാണ് നമുക്കുള്ളത്. അത് സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ്, സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റ്, സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ് 3 കാര്യങ്ങളാണെന്ന് എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള എനിക്ക് പറ്റിയ ആ ആ വഴിതിരിഞ്ഞു പോയൊരവസ്ഥ. സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റ്ന്റെ കാര്യം തന്നെ എടുക്കുമ്പോ, എന്റെ ഭാവി സുരക്ഷിതമായി കരുതിക്കൊണ്ട് പോകേണ്ടതിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. നാളെ എനിക്ക് എന്റെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി, ഒരു രോഗത്തെ പറ്റിയുള്ള ഒരു ആകാംക്ഷ. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരു നോർമൽ ലെവലിൽ ചിന്തിക്കേണ്ടത് അതിന്റെ അതിന്റെ എക്സ്ട്രീം എൻഡിൽ പോയി ചിന്തിക്കുന്ന ഒരവസ്ഥ. അവിടെയാണ് 10 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് 5 സെന്റ് സ്ഥലം വാങ്ങണോന്ന് മനസ്സിൽ എന്റെ ഉള്ളിൽ തോന്നിയൊരാഗ്രഹം. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ കരുതിയത് ആ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു അനുഭവമുണ്ട്. ഞാൻ 10 വയസ്സാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് 5 സെന്റ് സ്ഥലം മേടിച്ച് അതിനകത്ത് വീട് വെക്കണമെന്നൊരു ആഗ്രഹം തോന്നിയ ഒരാളാ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അത് കൂട്ടായ്മയിലെത്തി 4ാമത്തെ പടിയില് എന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചിന്തിച്ചപ്പോഴത്തേക്കാണ് എന്റെ ആ അതിരുവിട്ട ആ പേടിയായിരുന്നു. എന്റെ ഭാവി സുരക്ഷിതമാക്കാൻ എന്ത് ചെയ്യണം? എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കണം? എങ്ങനെ എന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കണം? അവരെ നന്നായിട്ട് പഠിപ്പിക്കണം. അവർക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കണം. എനിക്ക് സുരക്ഷിതമായി ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ പണം സമ്പാദിക്കേണ്ടതുണ്ട്. സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പണം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ജോലി ചെയ്യേണ്ടതുണ്ട്. എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ കഴിവ് വെച്ചിട്ട് എനിക്ക് ഒരു ജോലി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രവൃത്തി വെച്ചിട്ട് പരമാവധി പണം ഉണ്ടാക്കുക. എനിക്ക് അതിനപ്പുറത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? അതായിരുന്നു എന്റെ ചിന്ത. അത്തരത്തിലായിരുന്നു ഞാൻ ജീവിച്ചു പോന്നിരുന്നത്. ഇതിനെയാണ് ഞാൻ വളരെ നേരത്തെ പോളിഷ് ചെയ്ത് പറഞ്ഞിരുന്നത്. എന്റെ 17 വയസ്സിന് ശേഷം ഞാൻ ആരോടും നിന്നും എന്റെ കുടുംബത്തിൽ നിന്ന് പോലും ഞാൻ പൈസ മേടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ആർത്തി പിടിച്ച പ്രതിഭാസമായിരുന്നു പണത്തിനോട്. അത്തരത്തിലേക്ക് പണം സമ്പാദിക്കാനായിട്ടുള്ള യാത്രയില് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടൊക്കെ വന്നാലൊന്നും എനിക്കത് വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല. എന്റെ ഒപ്പം ഉള്ള ഒരാളിന് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അത് എന്റെ കഴിവാണ്.
അല്ലെങ്കിൽ ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള രീതിയില് അതിനെയൊക്കെ ലളിതവൽക്കരിച്ചുകൊണ്ട് മറ്റാരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കാതെ എന്റെ ആവശ്യത്തിന് മാത്രം ഞാൻ താല്പര്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. വളരെ സ്വാർത്ഥനായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അതായിരുന്നു എന്റെ ആ സ സ്വ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗമായിട്ട് ഞാൻ കണക്കെടുത്തപ്പോ എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റിയത്. ഇവിടെയാണ് എന്റെ വഴിതിരിഞ്ഞു പോയ ജന്മവാസനകളെന്ന്. അപ്പം മിനിമം നമ്മള് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാരും പുലർത്തേണ്ടതാണ്. ഭാവി സുരക്ഷിതമാക്കാൻ, രോഗത്തെ പറ്റി പഠിക്കാൻ. ആകാംക്ഷയാണ്. മക്കൾ ഇനി എന്താവും? അവരുടെ ഭാവി എന്താവും? അവരെങ്ങനെ 1 ക്ലാസ്സിൽ കൊണ്ട് സ്കൂളിൽ ചേർക്കുമ്പോഴത്തേക്ക് തന്നെ അവരെ 10 ക്ലാസ്സിലത്തെ കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള അവസ്ഥ എപ്പോഴും എന്തിനും എല്ലാം എല്ലാം ഞാൻ അതൊക്കെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. എന്റെ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ആദ്യം പറഞ്ഞു, "എന്റെ കുട്ടികളെയൊക്കെ ഞാൻ നന്നായിട്ടാ പഠിപ്പിക്കുന്നെ. നല്ല സ്കൂളിൽ വിട്ടാ പഠിപ്പിക്കുന്നെ." ഇതൊക്കെ എന്റെ ആ ഒരു ഭയമായിരുന്നു എന്നുള്ളതാണ്. ഈ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റിന്റെ ഭാഗമായിട്ട് എന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരുന്ന ഭയമാണ്. ഇവരെന്താവും, എന്താവും, എന്താവും എന്നുള്ളൊരു കാര്യം. ഇതെന്റെ രോഗമായിരുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഇവിടെ വെച്ചിട്ടാണ്. ആ സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റിൽ അങ്ങനെയായിരുന്നെങ്കില് സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ തലത്തിലും സാമൂഹികമായിട്ടുള്ള ആ ഒരു തലത്തിലും ഞാൻ വളരെ പ്രശ്നക്കാരനായിരുന്നു എന്നുള്ളതാണ്. 4 പേര് കൂടുന്നിടത്ത് എന്നെ ഒന്ന് പൊക്കി പറയുക, എന്നെ ഒന്ന് അംഗീകരിപ്പിക്കുക. അത് ഞാൻ പൊക്കി പറയാനായിട്ട് ശ്രമങ്ങളൊന്നും നടത്തണ്ട. അവരാരെങ്കിലും എന്റെ പേരൊന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് വല്ലാത്തൊരു തൃപ്തി അടയുന്നൊരവസ്ഥ. ഒരുപക്ഷെ എനിക്ക് അത്രത്തോളം കഴിവും പ്രാപ്തിയൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെയൊക്കെ ഞാൻ അതിനു വേണ്ടിയിട്ട് പിന്നെ എന്തും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോയി. അവിടെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് സിമ്പതി പോലും എനിക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ള കാര്യത്തെ ഞാൻ തിരിച്ചറിയാൻ പറ്റിയത്. കാര്യം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, ആ ഷൈജുവിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അവർ വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിച്ചു തരും എന്നൊക്കെ പറയും. ക്ലബ്ബിൽ ആ ഒരു അങ്ങനെ സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളിടത്ത് തന്നെ എന്തിന് എന്തിന് ഞാൻ എന്റെ ഞാനത് എന്റെ ഒരു സ്ഥാപനത്തില് എന്റെ മെയിനായിട്ട് നിന്ന ഒരു സ്റ്റാഫ് പെട്ടെന്ന് അവിടുന്ന് പോയപ്പോഴത്തേക്ക് അയാള് ഒരു സാഹചര്യത്തിൽ അയാള് പോയി. പോയ സമയത്തേക്ക് ഞാൻ ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ പ്രസ്സീന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആ മനുഷ്യനായിരുന്നു. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അയാൾ ഇല്ലാതാകുമ്പോ എനിക്കിനി എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ഭയങ്കരമായ പേടി കാരണം ഞാൻ ഞങ്ങളുടെ മറ്റൊരു സ്റ്റാഫിനെ, ഒരു ലേഡി സ്റ്റാഫിനെ ഞാൻ ആ ലെവലിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് അതിനുള്ള പ്രാപ്തിയൊന്നും ഉള്ളവരായിരുന്നില്ല. പക്ഷെ ഞാൻ അവരെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് അവരെ നിർത്തി സംസാരിപ്പിക്കുകയും അവരെ കൊണ്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. അവരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് കൂടുതൽ ഊർജ്ജം ഉൾക്കൊണ്ട് അവരാ ഒരു അവരുടെ ഒരു ആത്മാർത്ഥത കൂടട്ടെ എന്നുള്ള രീതിയില് ഞാൻ അവർക്ക് അന്ന് പറഞ്ഞത് അവരുടെ മോളുടെ വിവാഹം വന്നപ്പോഴത്തേക്ക് ആ കല്യാണത്തിന്റെ ചെലവ് സ്വർണ്ണം ഉൾപ്പെടുന്നൊന്നുമല്ല. സ്വർണ്ണം ഉൾപ്പെടെ അല്ലാതെ ആ വിവാഹത്തിന്റെ ചെലവ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് വാക്ക് കൊടുത്തു. ഞാനത് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് ഞാൻ ബാറിൽ ഇരുന്നോണ്ടാണ് ഇവരെ നിയന്ത്രിക്കുന്നത്. ഇവര് ഫ്രണ്ടിലിരിക്കുകയും എനിക്ക് എന്റെ കസ്റ്റമേഴ്സ് ആരെങ്കിലും കടയിൽ വന്നു കഴിഞ്ഞാൽ, എന്നെ സുരക്ഷിതമായി ഞാൻ ഏതെങ്കിലും വർക്കിന്റെ ആയിട്ട് എവിടെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും, അത് ഇവരെ ഫ്രണ്ടിൽ നിർത്തി ഞാൻ കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, അവരെ എനിക്ക് ആവശ്യമായിരുന്നുണ്ട്. അവര് കൂടുതൽ ഇതാവാൻ വേണ്ടിയിട്ട്, അവരുടെ മോളുടെ വിവാഹത്തിന്റെ ഞാൻ പിന്നീടിരുന്ന് ആലോചിച്ചു, എനിക്കതിന്റെ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ ഈ മര്യാദയ്ക്ക് പെരുമാറാൻ അറിഞ്ഞൂടാന്നുണ്ട്. അവിടെ ആളാവാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അത്തരത്തില് കൂട്ടായ്മയിൽ എത്തിയതിന് ശേഷമൊക്കെ ഈ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കൂട്ടായ്മയിൽ വന്നതിന് ശേഷവും അതൊക്കെ അത്തരത്തിലൊക്കെ സംസാരിക്കാൻ പോവാണെങ്കിൽ ഒരുപാട് വിശാലമായിട്ട് പോകും. കൂട്ടായ്മയിൽ വന്നതിന് ശേഷം ഷൈജു അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ അവനെയും കൊണ്ടേ നടക്കത്തുള്ളൂ പിന്നെ. അത്തരത്തില് ഈ പടി കൃത്യമായി എനിക്ക് ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏത് സാഹചര്യത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് ഉയർത്തി പറഞ്ഞാൽ, പൊക്കി പറഞ്ഞാൽ, എന്റെ പേര് കണ്ടു കഴിഞ്ഞാൽ, കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു വലിയ തൃപ്തി, സന്തോഷം. കാര്യം എനിക്ക് തന്നെ നല്ല ധാരണയുണ്ട് എനിക്ക് അത്രത്തോളം കഴിവില്ലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തില് വഴിതെറ്റിപ്പോയ സണ്ണി ചേട്ടൻ എപ്പഴും പറയും, വന്യവൽക്കരിക്കപ്പെട്ട ജന്മവാസനകൾ. ഇനി മൂന്നാമതൊരു തലം കൂടെ ഇതിനകത്ത് പറഞ്ഞുതരാം. സെക്ഷൽ ഇൻസ്റ്റിങ്ക്റ്റ്. ശരിക്കും മനുഷ്യന്റെ പ്രജനനത്തിന് വേണ്ടിയിട്ട് മനുഷ്യന് ഉള്ള ഒരു വികാരമാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവന്റെ ഭാവി തലമുറ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ട് സെക്സ് അനിവാര്യമായ കാര്യമാണ്. ഫിസിക്കൽ ഇതാണ്. പക്ഷേ ആൽക്കഹോളിക്സ് ആയിട്ടുള്ള എന്നെപ്പോലെ ഒരാളിന് ഈ കാര്യത്തിലും അമിതമായിട്ടുള്ള ആർത്തി വരുന്നൊരവസ്ഥ. കൃത്യമായി ഈ 3 കാര്യങ്ങളിലും നമുക്കൊരു കാര്യം പറയാം. പെർഫോമൻസ് കുറവും ഡിസയർ കൂടുതലും ആയിട്ടുള്ളൊരവസ്ഥ. അത് സെക്യൂരിറ്റി ആയാലും, സെക്സ് ആയാലും, സോഷ്യൽ ആയാലും അതിനകത്ത് 3 നമുക്കത് കണ്ടെത്താൻ പറ്റും. പെർഫോമൻസ് കുറവായിരിക്കും. പക്ഷേ ഡിസയർ കൂടുതലായിരിക്കും. ആ ഒരു കാര്യം എന്തിനോടും ഒരു ആർത്തി പിടിച്ചൊരവസ്ഥ. എന്ത് കണ്ടു കഴിഞ്ഞാലും അത് എനിക്ക് വേണം, എനിക്കുണ്ടാകണം. അതിനുവേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഞാനിത് ഇത്ര ക്ലാരിറ്റിയിലായിരിക്കത്തില്ല എന്റെ ചിന്തകള് പോകുന്നത്. പക്ഷേ എനിക്കും അത് കിട്ടണം. എനിക്ക് അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെയാണ് സെക്സിനകത്തുമൊക്കെ നമുക്ക് വല്ലാത്തൊരു അഭിനിവേശം ഉണ്ടായിരുന്നു.
ഞാനൊക്കെ എന്റെ ഒരു കാര്യത്തിലൊക്കെ ഒരു 10, 13 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഇതിനകത്ത് വല്ലാത്തൊരു കമ്പവും കൗതുകവും ഒക്കെ തോന്നി ആ പ്രായത്തിന്റേതായിട്ടുള്ള സമയത്ത്. എന്റെ ഒപ്പമുള്ള കുട്ടികൾക്കൊന്നും അത്തരത്തിലില്ല. അപ്പൊ ഞാൻ കരുതി എനിക്കെന്തോ പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ്. എനിക്കെന്തോ ഇക്കാര്യത്തിൽ ഒരു ഇച്ചിരി പ്രത്യേകതയുണ്ട് എന്നുള്ള രീതിയിൽ. അത്തരത്തിൽ അതിന് വേണ്ടിയിട്ടും വഴിവിട്ട രീതിയില് വളരെ മോശമായിട്ടുള്ളൊരു ജീവിത രീതിയൊന്നും നയിക്കണമെന്നൊന്നും ഇല്ലെങ്കിൽ കൂടിയും, പക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവുന്നത്. അതുമൊക്കെ പിന്നീട് ഈ കൂട്ടായ്മയിൽ വന്ന് വളരെ നാളുകൾക്ക് ശേഷം ഈ പ്രോഗ്രാം കൃത്യമായി ഉൾക്കൊണ്ടതിന് ശേഷമാണ് എന്റെ ഇത്തരം വൈകല്യങ്ങൾ ആരോടെങ്കിലുമൊക്കെ നമുക്കൊരു സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പോലും നമ്മൾ സംസാരിച്ച് കൂടുതൽ കടുകേറി പോകുന്നൊരവസ്ഥ. നമ്മൾ ഒരാളിനെ എവിടെ നിർത്തണം, എങ്ങനെ നിർത്തണം എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. സ്ത്രീകളോടാണെങ്കിൽ പോലും. അപ്പൊ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് തിരിച്ചറിയാൻ കുറച്ച് തോനെ സമയം വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇഴകീറി പരിശോധിക്കാനായിട്ടാണ് എന്റെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്താൻ പറഞ്ഞപ്പോ, ഇഴകീറി പരിശോധിക്കാനുള്ള അവസരമാണ് ഈ ഓരോന്നിനകത്തും കിട്ടിയത്. ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ആ 2 പേര് ചേർന്ന് ഒരു വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് മറ്റവനെ ഒന്ന് എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവനൊരു ചെറുതായിട്ട് അവനെ ഒന്ന് ഒതുക്കി നിർത്തിക്കൊണ്ട് കൂടുതൽ പങ്ക് ഞാൻ പറ്റാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള. എന്റെ കഴിവുകൊണ്ടാണ് അല്ലെങ്കിൽ അവന് അത്രയും കഴിവുള്ളതുകൊണ്ട് അവന് അത് മതി എന്ന് ഞാൻ അത് ചെയ്ത് എന്റെ സാമർത്ഥ്യം കൊണ്ട് അത്തരത്തിൽ ചെയ്തിരുന്നത് എന്റെ ആ ആർത്തി എന്നുള്ള പ്രതിഭാസമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ എനിക്ക് എന്റെ നിലവാരം പരിശോധിച്ചപ്പോഴത്തേക്കും മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ എന്റെ 4ാമത്തെ പടിയിൽ ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് അവന് ആത്മനെ അറിയുന്ന നമ്മുടെ ജോസഫ് സാർ എപ്പോഴും പറയും ആത്മനെ അറിയുന്ന പ്രോഗ്രാമാണെന്ന്. തൊടുപുഴ. അപ്പൊ അത് അദ്ദേഹം പറയുന്ന പോലെ നമ്മളെ തിരിച്ചറിയാൻ, അവനവനെ തിരിച്ചറിയാൻ ഈ 4ാമത്തെ പടിയില് കൃത്യമായും കഴിയുമെന്നുള്ളതാണ്. 4ാമത്തെ പടിയില് നമുക്ക് ഇത്തരത്തില് അവനവനെ ഇഴകീറി പരിശോധിച്ചെടുക്കാം. ഞാൻ പലപ്പോഴും ഈ ആഡംബരങ്ങളായി ഇതിനകത്ത് പറയുന്നുണ്ട് അസ്പഷ്ടങ്ങളായ ആഡംബരങ്ങളായി കൊണ്ട് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ ആഡംബരങ്ങളായി കൊണ്ട് നടന്നിരുന്ന പല കാര്യങ്ങളും എന്റെ വൈകല്യങ്ങളായിരുന്നു എന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. എനിക്കത് തിരിച്ചറിയാനേ പറ്റിയിട്ടുള്ളൂ. എനിക്ക് തിരിച്ചറിയാനേ പറ്റിയിട്ടുള്ളൂ. ഏതുപോലെ? പക്ഷെ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ ഇന്നത്തെ ഈ പരിപാടിക്കകത്ത് നമ്മൾ ഈ പടികളെ വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കിയതിന് ശേഷം, ഇത് ഉൾക്കൊണ്ടതിന് ശേഷം ഒരു സ്പോൺസറോടൊപ്പം ചേർന്ന് ഈ പടികള് യുണീക്കാണ് ഓരോ വ്യക്തികളും. ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ യുണീക്കാണ്. കൃത്യമായി ഒറ്റയ്ക്ക് അവര് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത്. ഒറ്റയ്ക്കെന്നല്ല സ്പോൺസറുമായിട്ട് ചേർന്ന് ഒറ്റയ്ക്ക് അത് പരിശീലിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ അത്തരം വൈകല്യങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ്. തിരിച്ചറിയാൻ പറ്റി. എനിക്ക് ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം. ഇത് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിനെ ഇഴകീറി പരിശോധിക്കാൻ അവസരങ്ങളുണ്ട്. സാമ്പത്തിക കാര്യത്തില് ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്, എന്റെ കുഞ്ഞുനാള് മുതലുള്ള കാര്യങ്ങൾ എടുക്കാൻ. അപ്പൊ ഇത്രയും കുഞ്ഞുനാളിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അത്രയൊക്കെ കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ശ്രമിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ബാറിൽ പോയി മദ്യപിച്ചത് എന്നാന്ന് പോലും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. എനിക്കതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ബാറിൽ പോകുന്നത് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴത്തേക്കാണ്. പക്ഷെ അത് എന്നായിരുന്നു ഏകദേശം ഡേറ്റ് വരെ കണ്ടുപിടിക്കാന് അത്തരത്തില് കാര്യം നമ്മളെ പഴയ കഥകള് അന്നേ ആർത്തി ഉണ്ടായിരുന്നുള്ളൂ. ഒരു വാസന. മദ്യം കഴിക്കാൻ 16 വയസ്സിലാണ്. 16 വയസ്സേ ഉള്ളൂ അന്ന്. അന്ന് അന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിക്കുമ്പോഴത്തേക്ക് ആദ്യം എന്റെ ഉള്ളിൽ തോന്നി ഒരു പെഗ് കഴിക്കാൻ പോകുന്നു വരുന്നോ? പൈസ ഉണ്ടോ എന്ന് എന്റെടുത്ത് ചോദിക്കുമ്പോ ആദ്യം എന്റെ ഉള്ളിൽ തോന്നിയത് ഞാനൊരു പുരുഷനായി എന്നുള്ളതാണ്. കുടിക്കാൻ പോണോ വേണ്ടേന്നല്ല ഞാൻ ചിന്തിച്ചത്. എന്നെ ഒരാള് മദ്യപിക്കാൻ വിളിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ വലുതായി എന്നാണ് എന്റെ ഉള്ളില്. എനിക്ക് മദ്യം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഞാൻ പോയത്. ശരിക്കും ഞാൻ പോയത് എന്റെ പൗരുഷം കാണിക്കാൻ വേണ്ടിയാ. ഞാനൊരു പുരുഷനായി, ഞാനൊരു യുവാവായി, വലിയ ആളായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ ഞാൻ ആദ്യമായിട്ട് ബാറിൽ പോണത്. പക്ഷേ എന്നെപ്പോലൊരാളിന് അത് തുടക്കം കുറിക്കാൻ ഒരു അവസരമായെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീടത് കുടിച്ച് മുന്നേറുക മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്തരത്തില് ഈ 4ാമത്തെ പടിയിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയ്ക്കുള്ളിൽ വന്നതിന് ശേഷമാണ് ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണെന്നുള്ള കാര്യം കൃത്യമായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മീറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ എത്തിയപ്പോഴത്തേക്ക് ഓരോരുത്തരും അവിടെ വന്ന് അവരുടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് ആദ്യമേ എനിക്ക് ഭയങ്കര ജാള്യതയായിരുന്നു. എനിക്ക് ഇത്തരത്തിലൊന്നും തുറന്ന് സംസാരിക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഞാൻ ആദ്യം 1, 2 ദിവസമൊക്കെ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാനൊരു മറ പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഞാൻ എന്റെ യഥാർത്ഥ രൂപം, എന്റെ യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും ഞാൻ അവിടെ പറഞ്ഞില്ല. എനിക്ക് വലിയ പരിക്കുകളൊന്നുമില്ല. ഞാനൊരു ഇച്ചിരി പ്രശ്നമുണ്ടെന്നുള്ള രീതിയിൽ ഞാനൊരു മറ പിടിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നതെങ്കില്, പിന്നീട് ആ മീറ്റിംഗ് ഹാളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്തു പോകുന്നില്ലാന്നും, അത് അവരുടെ അനുഭവതകൾ എനിക്ക് വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനം അവിടെ തരുന്നുണ്ടെന്ന് എന്റെ പേരോ അഡ്രസ്സോ ഒന്നും എഴുതിയെടുക്കുന്നില്ല. അവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ തീരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള സംസാരത്തിലോ
ആ ചായ കുടിച്ച് നിൽക്കുന്ന ആ സ്വകാര്യ സംഭാഷണങ്ങളിലൊന്നും മീറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു ഉറപ്പ് എനിക്ക് കിട്ടിയപ്പോ അറിയാതെ അറിയാതെ ഞാൻ മീറ്റിംഗ് ഹാളിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തരും പറഞ്ഞപ്പോ ഞാനും കൈവക്കി ഞാനും ഇങ്ങനെയാണെന്ന്. പിന്നീട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാനും ചെന്ന് തുറന്നു പറയാൻ തയ്യാറായെന്നുള്ളതാണ്. എന്റെ മദ്യപാന കാലഘട്ടത്തിലുണ്ടായിരുന്ന എന്റെ പ്രശ്നങ്ങളും കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമൊക്കെ ഞാൻ തുറന്നു പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ അത് കുറച്ച് സമയമൊക്കെ എടുത്തു. എന്നാലും അത്തരത്തിലൊരു നല്ലൊരു ഷെയറിങ് എന്റെ ഒരു അനുഭവം ഒരു സുഹൃത്ത് ഒരു മീറ്റിംഗിൽ ഒരു അനുഭവം പറഞ്ഞപ്പോ അതേപോലുള്ളൊരു അനുഭവം എനിക്കും ഉണ്ടായിരുന്നെന്ന് ഓർത്തെടുത്ത് അവിടെ ചെന്ന് അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് മീറ്റിംഗിൽ ഇരുന്നപ്പോ എന്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ചൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്തോ ഒരു വലിയ കാര്യം കാറ്റ് കുത്തിവിട്ടതുപോലൊരു പോക്ക്. ആ ഒരു അനുഭവം മറ്റൊരാളിനോട്, ഒരു സമൂഹത്തോട്, ഒരു കൂട്ടായ്മയ്ക്കകത്ത് കുറച്ച് ആൾക്കാരോട് പോയി തുറന്നു പറയാൻ പറ്റിയപ്പോ എനിക്ക് അനുഭവിക്കാൻ പറ്റിയ സ്വാതന്ത്ര്യം. അതെനിക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിനകത്തെത്തി 4-മത്തെ പടിയില് എന്റെ പല വൈകല്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ആദ്യമായിട്ട് അംഗീകരിക്കുന്നത് എനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നും, എനിക്ക് പണത്തിനോട് ആർത്തിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് വന്ന് 4-മത്തെ പടി ചെയ്തപ്പോഴാ. എനിക്കൊരു അല്പം സെക്ഷൽ കാര്യങ്ങളിൽ താല്പര്യക്കൂടുതലുള്ള ഒരാളാണ്. എന്നെ ആരെങ്കിലുമൊക്കെ 2 വാക്ക് പറഞ്ഞ് പുകഴ്ത്തി കഴിഞ്ഞാൽ ഞാൻ അതിനകത്തൊക്കെ വീണു പോകുന്ന ഒരാളാണ്. ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ എനിക്ക് പുതിയ അറിവായിരുന്നു. ഞാൻ കരുതിയിരുന്നത് എനിക്ക് കഴിവുള്ളതുകൊണ്ടാണ് അവരെല്ലാം എന്നെ അങ്ങനെ പറയുന്നതെന്നായിരുന്നു. എനിക്ക് കഴിവും സാമർത്ഥ്യവും ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പണം സമ്പാദിക്കാനായിട്ടും പല ടെക്നിക്കുകളും, പല മാർഗ്ഗങ്ങളും വേണമെങ്കിൽ ഒരല്പം വഴിവിട്ട മാർഗ്ഗവും ഒക്കെ ചിന്തിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നത് എന്റെ കഴിവും സാമർത്ഥ്യവും കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയിരുന്നിടത്ത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 4-മത്തെ പടിയിലെത്തിയപ്പോഴത്തേക്കാണ് അതങ്ങനെയല്ല. അത് എന്റെ കുറവാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാൻ പറ്റിയത്. അത്തരത്തിലുള്ള എന്റെ വൈകല്യങ്ങളാണ്. അത് ഞാൻ അംഗീകരിച്ചു എന്നുള്ളതാ. ആദ്യമായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതെന്റെ ന്യൂനതയാണ് എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. 5-മത്തെ പടിയിൽ അവിടെ കൃത്യമായി പറയുന്നത് അതാണ്. 5-മത്തെ പടിയില് ഞങ്ങളുടെ തെറ്റുകള് സ്വന്തമായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ്. അന്ന് വരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അത്. അന്ന് വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു അതെന്റെ കുറവായിരുന്നു എന്നുള്ളത്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് വന്ന് എനിക്ക് മറ്റൊരു ഗതിയില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചുവടും കൂടെ അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ എനിക്ക് നിവർത്തിയില്ല. അത്രയും പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂട്ടായ്മയിൽ വന്നത്. പക്ഷെ അവിടെ വന്നതിന് ശേഷം പതുക്കെ 1ഉം 2ഉം 3ഉം 4ഉം പടികളിലെത്തിയപ്പോ ഈ 4-മത്തെ പടിയിൽ വെച്ചിട്ടാണ് എനിക്ക് എന്റെ ഇത്തരം കാര്യങ്ങളുണ്ട്, എനിക്ക് കുറവുകളുണ്ട് എന്നുള്ള കാര്യത്തെ ഞാൻ സ്വന്തമായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതേ സുഖം തന്നെയായിരുന്നു ഞാൻ കണ്ടെത്തിയ സ്പോൺസറോടും. ഞാൻ സ്വന്തമായിട്ട് അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തോടും ഞാനത് തുറന്നു പറയുന്ന ഒരു അവസ്ഥ. കാര്യം കൂട്ടായ്മയിൽ എത്തിക്കഴിഞ്ഞപ്പോ ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചർ എനിക്ക് കിട്ടി എന്നുള്ളതാണ് ദൈവത്തിന്റെ കാര്യത്തില്. ഞാനും ആ വലിയ ശക്തിയൊക്കെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും വ്യക്തതയൊന്നും വന്നിട്ടില്ല. എങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് അറിഞ്ഞൂടാ. വിട്ടുകൊടുക്കാൻ തീരുമാനമെടുത്തെന്നുള്ള 3-മത്തെ പടിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് വിട്ടുകൊടുക്കാൻ അറിഞ്ഞൂടാ. അത് ഞാൻ ഇതിന്റെ അങ്ങോട്ട് പോകാൻ നമുക്ക് സംസാരിക്കാവുന്നത് കൊണ്ടാണ് പിന്നെ അതില് ഡീറ്റെയിൽ ആയിട്ട് പോകാഞ്ഞത്. കുടി നിർത്തണമെന്ന് പലരും പറഞ്ഞപ്പോഴും എങ്ങനെ നിർത്തണമെന്ന് അറിഞ്ഞൂടാതിരുന്നിടത്താണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ഹാളിൽ വന്നപ്പോഴത്തേക്ക് ഇന്നൊരു ദിവസത്തേക്ക് ഒന്ന് നിർത്തിക്കൂടായോ അനിയാ എന്ന് ചോദിച്ചപ്പോ ഇതാണ് എളുപ്പ മാർഗ്ഗമെന്ന് മനസ്സിലാക്കി നിർത്താൻ പറ്റിയതെങ്കില് അതുപോലെ തന്നെ വിട്ടുകൊടുക്കുന്ന കാര്യം എനിക്ക് ഈ പറയുന്ന 5-മത്തെ പടിയിലൊക്കെ എത്തുമ്പോഴത്തേക്ക് എനിക്ക് വിട്ടുകൊടുക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ദൈവത്തോട് ഏറ്റുപറയാൻ പറ്റി. എനിക്കും അബദ്ധം പറ്റി. എനിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സ്വന്തമായിട്ട് ഞാൻ അംഗീകരിക്കുന്നതിനോടൊപ്പം ഞാൻ ദൈവത്തോട് ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ സമ്മതിക്കുന്നു, ദൈവമേ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന്. അവിടം കൊണ്ട് തീർന്നില്ല എന്നുള്ളതാണ്. ഞാനത് മറ്റൊരു വ്യക്തിയോട് ഞാൻ എന്റെ മാർഗ്ഗനിർദ്ദേശത്തിനായിട്ട് ഞാൻ എന്റെ ഒപ്പം ചേർത്ത അല്ലെങ്കിൽ ഞാൻ കൂടെ ചേർന്ന ആ സ്പോൺസറോട് ഞാനത് പറയാൻ തയ്യാറായെന്നുള്ളതാണ്. അത് ഈ ഒരൊറ്റ വാക്കിൽ പറയുന്ന കണക്ക് നടക്കത്തില്ല. വളരെ പ്രശ്നങ്ങളായിരുന്നു. ഞാൻ എല്ലാ കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞില്ല. എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനത് പറഞ്ഞില്ല. പക്ഷേ പിന്നീട് പിന്നീട് അപ്പൊ ഇത് എഴുതുന്ന സമയം ഇതൊക്കെ എഴുതാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെയും എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു. ഒരു മെയിൻ സ്ട്രീമിൽ എഴുതുന്ന സാധനത്തിനകത്ത് എഴുതാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡീഷണൽ ഒരു പേപ്പറിലോട്ടൊക്കെ എഴുതിക്കോന്ന്. അതൊക്കെ എന്തിനാണ് എഴുതിയെന്നോ എന്താണെന്നോ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് ആ സമയത്ത് ഓർമ്മ വരാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുമ്പോ പോലും എന്റെ ഓർമ്മയിൽ കടന്നു വരാത്ത പല കാര്യങ്ങളും പിന്നീടും ഓർമ്മ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങള് 100% ഞാൻ എന്റെ സ്പോൺസറോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയുന്നുമില്ല. പക്ഷെ കാര്യം അത് പിന്നീട് ഓർമ്മ വന്ന പല കാര്യങ്ങളും എന്നിലുണ്ട്. പക്ഷേ അന്ന് ഓർമ്മ വന്ന കാര്യങ്ങള് ഞാൻ കുറെയൊക്കെ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം
ഞാൻ ആദ്യമായിട്ട് മീറ്റിംഗ് ഹാളിൽ പോയി ഷെയർ ചെയ്തിട്ട് വന്ന ആ കസേരയിൽ പിടിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു സ്വാതന്ത്ര്യമായിരുന്നു. അതിന്റെ 10 മടങ്ങായിരുന്നു. എന്റെ ഹൃദയം തോന്നി എനിക്കിങ്ങനെയായിരുന്നു ഞാനും ഇങ്ങനെ കാര്യം മദ്യപിച്ചിരുന്ന കാലയളവിൽ ആരെങ്കിലും എന്റെ കുടിയെപ്പറ്റി പറഞ്ഞാൽ അതൊരു കുഴപ്പമില്ല. ഇന്നലെ രാത്രി അവസാനം അവിടെ കയറി കഴിച്ചതാണ് ആകെ കുഴപ്പമായത്. ഇല്ലായിരുന്നു ഞാൻ മര്യാദയ്ക്ക് അങ്ങ് വീട്ടിൽ പോയേനെ. ആ സാധനത്തിനകത്ത് അവിടെ എന്തോ അവന്മാരുടെ കൂടെ കൂടിയത് കൊണ്ടാണ് അധികം 2 പെഗ് കഴിച്ചത്. ഇങ്ങനെ എപ്പോഴും മൊടന്ന ന്യായങ്ങൾ പറഞ്ഞ് എന്റെ കുടിയെ ന്യായീകരിച്ച് പൊയ്ക്കൊണ്ടിരുന്നിടത്താണ് ഞാൻ മീറ്റിംഗ് ഹാളിന്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞു, "എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഞാൻ ആ ഒരു 2 പെഗ് കഴിക്കാന്ന് പറഞ്ഞോണ്ടാ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. ഞാൻ അറിയാതെ വീണ്ടും വീണ്ടും കഴിച്ചു പോയതാ. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയത്. അല്ലെങ്കില് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടുപോയതെന്നൊക്കെ മീറ്റിംഗ് ഹാളിൽ തുറന്നു പറയാൻ പറ്റുമ്പോ എനിക്ക് കിട്ടിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതേ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അതിനേക്കാളും 10 മടങ്ങ് സ്വാതന്ത്ര്യമാണ് ഞാന് 5-മത്തെ പടിയില് എന്റെ കുറവുകള് ഞാൻ മനസ്സിലാക്കി എന്റെ ന്യൂനതകള് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വാക്ക്. കുറവുകള്, ന്യൂനതകള്. പക്ഷേ അതിന്റെ ആ വികൃതമായ അവസ്ഥ എത്ര സഭ്യമായ വാക്കുകൾ കൊണ്ട് നമ്മൾ അതിനെ മൂടി വെച്ചാലും ഞാൻ കാട്ടിക്കൂട്ടിയ ഓരോരുത്തർക്കും അവരവർക്ക് അവസരമുണ്ട്. നമ്മൾ മറ്റൊരാൾ അറിയാതെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ മനുഷ്യരിലും ഉള്ള സ്വഭാവമാണിത്. മറ്റാരും അറിയുന്നില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പെരുമാറുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. പക്ഷേ ആൽക്കഹോളിക് ആയിട്ടുള്ള എനിക്ക് ആ കാര്യത്തിൽ ഒരല്പം കൂടുതലാണെന്നുള്ള കാര്യം ആൽക്കഹോളിക് ആയിട്ടുള്ള എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരല്പം കൂടുതലാണ്. ഒരു പടിയും കൂടെ കൂടുതലാണ് എന്നുള്ള രീതിയിൽ മറ്റൊരാളെയും പരിഗണിക്കാതെ മദ്യപിച്ചിരുന്ന കാലയളവിലുള്ള പ്രശ്നം അതായിരുന്നു. എന്റെ ഒപ്പം ജീവിക്കുന്നവരെ ഞാൻ ഒരിക്കലും പരിഗണിച്ചിരുന്നില്ല. സ്വാർത്ഥത മാത്രം. എനിക്ക് മാത്രം. ആ പ്രൈം സർക്കിളിൽ എന്റെ ഭാര്യ പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവരെ പോലും എന്റെ മദ്യപാനത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. എന്റെ മക്കളെയും. അവരെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെയും വിളിച്ചോണ്ട് വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നിസ്സാരമായ കാര്യങ്ങളാണ്. അത്തരത്തില് എന്ത് കാര്യം എവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ കാര്യത്തിനായിരിക്കും പ്രയോറിറ്റി. അത്തരത്തില് പെരുമാറിയിരുന്നിടത്ത് അത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ ജീവിതത്തിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങള് ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ അറ്റം വരെ ഞാൻ പോയിരുന്നു എന്നുള്ളത് ഇഴ കീറി എടുക്കാൻ എനിക്ക് 4-മത്തെ പടിയിൽ പറ്റിയത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ അത് ഏൽക്കുകയും ഞാൻ ആ ദൈവത്തോട് സമ്മതിക്കുകയും എന്റെ സ്പോൺസറോട് ഏറ്റു പറയാൻ ഞാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ആ ഒരു കാര്യത്തിൽ എത്തിയപ്പോഴത്തേക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യം അനുഭവിച്ചു എന്നുള്ളതാണ്. വല്ലാത്തൊരു സ്വാതന്ത്ര്യം. കാര്യങ്ങൾ കുറച്ച് ക്ലാരിറ്റി വന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എന്നെപ്പറ്റി കുറച്ച് ധാരണയുണ്ടായി. അതിനപ്പുറത്ത് എനിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞാൻ ആസ് ഇറ്റ് ഈസ് എന്തായിരുന്നോ ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് വന്നത്, അതുപോലെ തന്നെ കുടിക്കാതെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. ഈ 5 പടികളായപ്പോഴത്തേക്ക് ഞാൻ ഏറ്റുപറഞ്ഞ് സമ്മതിച്ചു. എനിക്കിങ്ങനെ കുറവുകളുണ്ടെന്നുള്ളത്. അതിനപ്പുറത്ത് പിന്നീടാണ് അടുത്ത പടിയിലേക്ക് 6-മത്തെ പടിയിലേക്ക് പോകുന്നത്. ഞാന് എന്തായാലും ഇന്ന് ഇവിടം വരെ ഞാൻ നിർത്തുന്നതേ ഉള്ളൂ. 5 പടികൾ വരെ നടത്തുന്നുള്ളൂ. അടുത്ത ആഴ്ച നമുക്ക് ഇതേ സമയത്ത് 6 മുതൽ 12 വരെയുള്ള പടികളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത അംഗീകരിച്ച് കൂട്ടായ്മയിൽ എത്തിയപ്പോ മദ്യം മാത്രമല്ല അതിനപ്പുറത്ത് പല വൈകല്യങ്ങളും ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. ഇതിന് എനിക്കൊരു അവസരം തന്നത് എന്നെക്കാളും വലിയൊരു ശക്തി അല്ലെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇല്ലാത്തൊരു തരത്തിലുള്ള ഒരു വലിയ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതം ആ ഒരു ശക്തിക്ക് വിട്ടുകൊടുത്ത് മുന്നോട്ട് പോയാൽ എന്താന്നുള്ള ചിന്ത എന്നിൽ വന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്നുള്ള കാര്യങ്ങളെ കണ്ടെത്താൻ ഒരു അവസരം എനിക്ക് കിട്ടി. ആ അവസരത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഞാൻ അംഗീകരിച്ചു എന്നുള്ളതാണ്. മറ്റേത് ഞാൻ ഒരിക്കലും സമ്മതിച്ചില്ല. എനിക്കറിയാം എന്റെ കുടി ഭയങ്കര പ്രശ്നമായിരുന്നെന്ന്. ഞാൻ ഈ രാത്രി തോറും ഇങ്ങനെ ബാറുകൾ തോറും കേറി വരുന്നതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല എന്നുള്ളത്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ വന്നപ്പോ സമ്മതിക്കാൻ പറ്റി എന്നുള്ളതാണ്. 4-മത്തെ പടിയിൽ എന്താ എനിക്ക് പറ്റിയത്? എന്തുകൊണ്ടാ ഞാൻ അങ്ങനെ കാണിച്ചത്? ആ ഒരു വിഷയത്തില്, ഒരു പർട്ടിക്കുലർ സംഭവത്തില് ഞാൻ എന്താ അങ്ങനെ പെരുമാറി? എന്റെ ഇന്റൻഷൻ മറ്റേത് ഞാൻ വിചാരിച്ചു എന്റെ കുട്ടികൾക്ക് കൂടുതൽ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്തരം ചെയ്യുന്നത്. അതൊന്നുമല്ല. എന്റെ ആർത്തിയായിരുന്നു എന്നുള്ളതാണ്. എന്റെ ഉള്ളിൽ അന്തർലീനമായിരുന്ന ഭയമാണ്. എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? അപ്പൊ അടിസ്ഥാനപരമായി ഭയമായിരുന്നു എന്റെ പ്രശ്നം എന്നൊക്കെ ഉള്ളത് പതുക്കെ 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 അരിച്ചരിച്ചരിച്ചരിച്ച് എന്റെ ചിന്തയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. 4ഉം 5ഉം പടികൾ ചെയ്തപ്പോഴത്തേക്ക് ഭയവും അതിലൂന്നി വിദ്വേഷവും നീരസത്തിലൂടെ വിദ്വേഷത്തിലേക്ക് പോയ ജീവിതമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി എന്റെ പ്രശ്നം ഭയമായിരുന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തിനും എനിക്ക് ഭയമുണ്ട്. എന്നെ സമൂഹത്തിലെ ആളുകൾ അംഗീകരിക്കാതിരിക്കും. അപ്പൊ ആ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കോപ്രായങ്ങൾ കാണിച്ചിരുന്നു. അതാണ് എന്റെ സോഷ്യൽ ഇൻസ്റ്റിങ്ക്റ്റിൽ എനിക്ക് തെറ്റ് പറ്റിയതെങ്കില് എന്റെ ഭാവി എന്താകുമെന്നുള്ള എന്റെ ഭയമായിരുന്നു എനിക്ക് സെക്യൂരിറ്റി ഇൻസ്റ്റിങ്ക്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായതെങ്കില് എനിക്ക് എന്തെങ്കിലും കുറവ് വല്ലതും ഉണ്ടോ? എന്നെക്കൊണ്ട് പ്രാപ്തിയുണ്ടോ?
അത് മറ്റുള്ളവരെക്കാളും കഴിവുള്ള ഒരാളാണെന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സെക്ഷുവൽ കാര്യങ്ങളിലൊക്കെ ഞാൻ കാണിച്ചിരുന്ന ഒരു പ്രാപ്തി കൂടുതലാണ് അത്തരം കാര്യങ്ങളിലൊക്കെ എനിക്ക് ഉണ്ടായതെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാനും ആ വലിയ ശക്തിയോട് ഏറ്റുപറയാനും മറ്റൊരാളിനോട് പറഞ്ഞ് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഈ സ്പോൺസർ എന്നൊക്കെ പറയുന്നത് കൃത്യമായി സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞൊരു പാംലെറ്റ് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ആരെയാണ് സ്പോൺസർ ആക്കേണ്ടതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി എങ്ങനെയാണ് ഒരു സ്പോൺസറുമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. കാര്യം അതിനകത്തൊക്കെ ഒരു പാളിച്ച വന്നിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. കാര്യം ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ ജീവിതത്തിൽ പരിശീലിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളത് മരണം വരെയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു പരിമിതി വന്നിട്ട് എനിക്ക് ആ ചെയ്യുന്നതിൽ ഒരു ന്യൂനത വന്നു പോയാൽ തീർച്ചയായിട്ടും അതെനിക്ക് ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്പോൺസർ എന്നൊക്കെ പറയുന്നതിന് കൃത്യമായ ഒരു കാര്യങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അതിന്റെ മുന്നോട്ട് പോകാൻ. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമാണ്. ഇപ്പൊ നമ്മൾ ഇന്നിപ്പോ 5ാമത്തെ പടിയിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. 6 മുതലുള്ളത് അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഞാനതൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോ അങ്ങനെ പോവുള്ളൂ എന്നുള്ളത്. എന്തായാലും ഞാൻ ഇവിടം വരെ പറഞ്ഞതിനകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ടൊരു സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് മീറ്റിംഗ് തുടർന്ന് പോവാം. ഓക്കെ ചേട്ടാ. താങ്ക് യു ശ്രീചേട്ടാ. താങ്ക് യു. ശ്രീചേട്ടൻ്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കുമോ? മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. ഓക്കെ. സെബാസ്റ്റ്യൻ ചേട്ടാ. ഓക്കെ രാജേഷ് ചേട്ടാ.